പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ചവർ എവിടെ, അവർ വീണ്ടും ജീവിക്കുമോ എന്ന പഠന പരമ്പരയുടെ 13ാമത്തെ ക്ലാസ്സിലേക്ക് 2026 ജൂലൈ മാസം 20-ാം തീയതി ഒന്നിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർത്തൃകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിപ്പാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ഈ ദൈവജന പഠനത്തിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. പഴയ നിയമത്തിൽ സംഭവിച്ച അപൂർവ സംഭവങ്ങളുള്ള ബന്ധത്തിൽ 3ാമത്തെ സംഭവമായിരിക്കുന്ന മരണാനന്തരം തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയാവിനെ കുറിച്ചുമുള്ള പഠനത്തിലായിരുന്നു നമ്മളായിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നാം വളരെ വസ്തുതാപരമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചത് ഏലിയാവ് എന്ന വ്യക്തിയായി ലോകത്തിൽ നിഴലായി പ്രത്യക്ഷപ്പെട്ട പറുദീസയിലെ ഒരു ദൂതനായിരുന്നെന്നും, എന്നാൽ പൊരുളായിട്ട് അത്യുന്നതന്റെ പ്രവാചകനായിട്ട് യോഹന്നാൻ സ്നാപകൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതും, യോഹന്നാൻ സ്നാപകന്റെ അന്ത്യത്തെക്കുറിച്ചും അവന്റെ തല ഇസബേലിയ ശക്തിയായിരിക്കുന്ന ഹെരോദ്യയുടെ ഗൂഢാലോചന മുഖാന്തരമായിട്ട് യോഹന്നാൻ സ്നാപകന്റെ തല അറക്കപ്പെടുവാനിടയായി തീർന്നു. അവന്റെ ഉടൽ യേശു ക്രിസ്തുവിന്റെ ആജ്ഞയാൽ അവന്റെ ശിഷ്യന്മാർ മറവ് ചെയ്തു. ആ വിവരം വന്ന് യേശുവിനെ അറിയിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ മോശയുടെ പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരിൽ ന്യായപ്രമാണത്തിന് ആദ്യ പ്രവാചകനായിരിക്കുന്ന മോശ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിച്ചപ്പോൾ അതിനെ ശാസിച്ച് താഴ്വരയിൽ അടക്കം ചെയ്തത് തേജസ്സിൽ പ്രത്യക്ഷപ്പെടേണ്ടതുകൊണ്ടായിരുന്നു. അതുപോലെ അവനോട് കൂടെ പ്രത്യക്ഷപ്പെടേണ്ട ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകനും അവനും തേജസ്സിൽ പ്രത്യക്ഷപ്പെടേണ്ടതുകൊണ്ട് കർത്താവിന്റെ ആജ്ഞയാലും നിയന്ത്രണത്തിലുമായിരുന്നു യോഹന്നാന്റെ ശരീരവും അടക്കപ്പെട്ടത്. അതുകൊണ്ട് മറുമലയിൽ ഇവര് രണ്ടുപേരും പ്രത്യക്ഷപ്പെടുവാൻ തടസ്സങ്ങളില്ലായിരുന്നു. കാരണം യേശു കർത്താവ് ലോകത്തിലുള്ളത് കൊണ്ട് കർത്താവിന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായ ഒരു ശക്തിക്കും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ശരീരം അവിടെ ഉയർത്തപ്പെട്ടു വന്നത് എന്നതിനെക്കുറിച്ച് നമ്മളെ മോശയുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിച്ചിരുന്നു. അബ്രഹാമിന്റെ മടിയിൽ നിന്ന് ദൈവത്തിന്റെ ആജ്ഞ പുറപ്പെട്ടപ്പോൾ അവന്റെ ആത്മാവ് അവിടുന്ന് അപ്രത്യക്ഷമാകുകയും അവനെ അടക്കം ചെയ്ത താഴ്വരയിലെ ശരീരത്തിൽ പ്രവേശിച്ച് തേജസ്സിൽ മേഘത്തിന്റെ മറവിൽ മറുമലയിലെത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ ശരീരം അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് അവന്റെ തലയും ഉടലും എവിടെ ഇട്ടാലും അതിനെ ഒന്നാക്കി ചേർക്കാൻ കഴിവുള്ള ദൈവത്തിന് ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ യോഹന്നാൻ സ്നാപകന്റെ ശരീരത്തോട് വാദിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, യേശു കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവന്റെ ആജ്ഞ ഉള്ളതുകൊണ്ട് ആ സമയത്ത് മീതിയുള്ള പാതാളമാണ് അബ്രഹാം മടിയുള്ള ആ സ്ഥലത്ത് നിന്ന് യോഹന്നാൻ സ്നാപകന്റെ ആത്മാവും അവിടുന്ന് അപ്രത്യക്ഷമായി അവനെ അടക്കം ചെയ്ത സ്ഥലത്ത് അത് എത്തിച്ചേരുകയും ആ ശരീരത്തിൽ പ്രവേശിച്ച് മറുമലയിൽ മോശയോട് കൂടെ പ്രത്യക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അതിനുശേഷമായി അവർ രണ്ടുപേരും തിരിച്ചു വീണ്ടും അവരുടെ ശരീരങ്ങളിലേക്ക് കടന്നുപോയി ആത്മാക്കൾ അബ്രഹാം ഇരിക്കുന്ന മീതെയുള്ള പാതാളത്തിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അന്ന് അവിടെ എന്തിനാണ് ഈ 2 പ്രവാചകന്മാരെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയത് എന്നുള്ളതും, കർത്താവിന് 12 ശിഷ്യന്മാർ ഉണ്ടായിട്ട് എന്തുകൊണ്ട് 3 പേരെ കൊണ്ടുപോയി 4ാമതൊരാളെ കൂടി കൊണ്ടുപോയില്ല എന്നുള്ളതും, 5 പേരും ദൈവിക തൃത്വവും അടങ്ങുന്ന ഒരു സാന്നിധ്യം അവിടെ വെളിപ്പെട്ടത് എന്തിനു നിഴലായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി അല്പമായി ചിന്തിക്കുന്നത്. അപ്പം കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, ദൈവരാജ്യം കാണാതെ മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ശിഷ്യഗണത്തെ നോക്കി പറഞ്ഞപ്പോൾ അവരിൽ 3 പേർ, പത്രോസും യാക്കോബും യോഹന്നാനും,
അവർ 3 പേരും അവിടുന്ന് യേശുവിനോട് കൂടെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ പ്രവേശിക്കുകയും അവരായിരുന്ന സ്ഥലത്ത് മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ഈ യോഹന്നാൻ സ്നാപകന്റെ തല ശിരച്ഛേദം ചെയ്തപ്പോൾ നമ്മൾ വിചാരിക്കും ഇസബേലി ശക്തി അവിടെ അന്ന് പറഞ്ഞതുപോലെ ചെയ്തല്ലോ, അപ്പം അതുകൊണ്ട് ആ ശക്തിയാണ് പ്രബലം, അതുകൊണ്ട് അങ്ങനെ മരിക്കേണ്ടി വന്നത് എന്തൊരു ഗതികേടാണെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. അപ്പൊ ഏലിയാവിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ കൂടുവാൻ, അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി അവന്റെ തലയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ ദൈവം അതിനെ അനുവദിച്ചു കൊടുത്തില്ല. അവൻ ദൂതനായിരുന്നു. അവനെ ദൈവം സ്വർഗത്തിലേക്ക് അഗ്നി അശ്വങ്ങളും അഗ്നി രഥത്തിലും അവൻ എടുക്കപ്പെടുവാനിടയാത്ത ഒന്നു. എന്നാൽ അവന് പൊരുളായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ തലയറുക്കപ്പെട്ട് മരിക്കാൻ ദൈവം അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അവസാന ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകൻ കഴുത്ത് അറുക്കപ്പെട്ടവനായി ശരീരവും ഉടലും തലയും തമ്മിൽ വേർതിരിക്കപ്പെട്ട് മരിച്ചത് തലയും ഉടലും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ യേശുവാകുന്ന തലയും സഭയാകുന്ന ശരീരത്തെയും ഒരുമിച്ചാക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു വന്നപ്പോൾ പഴയ നിയമത്തിന്റെ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതും അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഏലിയാവിനെ കുറിച്ച് ഉള്ള സംശയകരമായിട്ടുള്ള പല ചിന്തകളും പലർക്കുമുണ്ട്. എന്നാൽ ഏലിയാവ് മനുഷ്യനല്ലായിരുന്നു, പ്രത്യക്ഷപ്പെട്ട ദൂതനായിരുന്നു, അവൻ മരിച്ചില്ല, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ വ്യക്തത ഇതിനകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അവൻ ജനിച്ചതിനെ കുറിച്ച് വംശാവലിയുണ്ട്, അവൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ചരിത്രം വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുന്നുണ്ട്, മരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണത്തിലെ അവസാന പ്രവാചകന്റെ തല കൊയ്തുകൊണ്ട് പൈശാചികശക്തി വിജയ ആഘോഷം നടത്തിയെങ്കിൽ ദുഷ്ടന്റെ ജയഘോഷം താൽക്കാലികമാണ്. ദുഷ്ടന് ജയമുണ്ട്, അവൻ ഘോഷിക്കും. പക്ഷേ ദൈവം പറയുന്നു ദുഷ്ടന്റെ ജയഘോഷം താൽക്കാലികമാണ്. എന്നാ ദൈവത്തെ പറയുന്നു നമ്മുടെ കണ്ണുനീർ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ താൽക്കാലികവും നമ്മുടെ ജയഘോഷം നിത്യവുമുള്ളതുമാണ്. ദുഷ്ടന്റെ ജയഘോഷം താൽക്കാലികം. അവൻ്റെ ഈ ഇവിടുത്തെ ജീവിതം കൊണ്ട് അവൻ്റെ എല്ലാം തീരും. പിന്നീടുള്ളത് കണ്ണുനീരും കരച്ചിലും ദുഃഖവും പ്രയാസവും തീരാത്ത വേദനയുമാണ്. എന്നാൽ ദൈവമക്കളെ, നമുക്കിവിടെ തൽക്കാലത്തേക്ക് നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, കണ്ണുനീരുണ്ട്. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യതയുടെ ജയഘോഷമാണ്, എന്നേക്കുമുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് ദുഷ്ടന്റെ ജയഘോഷം താൽക്കാലികമാകുമ്പോൾ നമുക്ക് ഇവിടെ കഷ്ടതയും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ നിലനിർത്തി നിത്യതയോടെ ജയഘോഷത്തോടെ കൂടി നാം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് സന്തോഷമുള്ളവരായിട്ട് വേണം നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവിക്കുവാനായിട്ട്. ദുഷ്ടൻ ജയിച്ച് അവൻ്റെ ജയഘോഷം അവൻ ആരവമിടുമ്പോൾ ഭയപ്പെട്ടു പോകണ്ട, താൽക്കാലികം മാത്രമേ ഉള്ളൂ. എന്നാൽ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള നിത്യജയം ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ തല അറുത്തു മാറ്റിയത് കൊണ്ട് നമ്മൾ വിചാരിക്കരുത് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിച്ചവർക്കെല്ലാം ഗതികേടാണല്ലോ വന്നതെന്ന് വിചാരിക്കരുത്. അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു, ദൈവത്തിന് ഉദ്ദേശമായിരുന്നു അവൻ അങ്ങനെ മരിക്കണം. യേശു മരിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ മരിക്കണം. ദൈവരാജ്യം എന്താണെന്നുള്ളത് ദൈവത്തിന്റെ ശിഷ്യന്മാർക്ക്, അത് പത്രോസിനും യാക്കോബും യോഹന്നാനും സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ഈ 3 പേർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അവരുടെ കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം കാണാതെ ചിലർ ഇവിടെ നിൽക്കുന്നവർ ചിലർ മരണം ആസ്വദിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ 3 സുവിശേഷന്മാരും പ്രതിപാദിച്ചിരിക്കുന്നത് ഒരേ വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയും മർക്കോസിന്റെ സുവിശേഷം 9 മുതൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 37 വാക്യങ്ങളിലുമാണ് ഇത് സംബന്ധമായിട്ടുള്ള രേഖപ്പെടുത്തലുള്ള 3 സുവിശേഷന്മാരും 3 വ്യത്യസ്തമായ ആംഗിളിൽ വ്യത്യസ്തമായ കോണിൽ നിന്നുകൊണ്ട് മറുഭൂമിയ മലയിലെ വിശേഷങ്ങളെ കുറിച്ച് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിന്റെ രക്തചുരുക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 സുവിശേഷന്മാരും പ്രതിപാദിച്ചിരിക്കുന്നത് ഒരേ സംഭവം തന്നെയാണ്. ദൈവരാജ്യം കാണുവോളും
മരണം ആസ്വദിക്കാത്ത ചിലരെയും കൊണ്ട് യേശു ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിപ്പാനായി കയറിപ്പോയി. അപ്പോൾ ഇവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പനായിട്ടാണ് കൊണ്ടുപോയത്. ഇപ്പം മറ്റുള്ള ശിഷ്യന്മാർ 9 പേരും താഴെയുണ്ട്. മുഴുവൻ ഞങ്ങൾ 3 പേരും പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 4 പേര്, യേശുവും 3 ശിഷ്യന്മാരും താബോർ മലയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കയറിപ്പോയി. അവർ പത്രോസും യാക്കോബും യോഹന്നാനുമായിരുന്നു 3 പേർ. കൃത്യമായിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. യേശു ഇത് പറഞ്ഞതിന് ശേഷമായി 6 ദിവസം കഴിഞ്ഞിട്ട്, നമ്മൾ കഴിച്ച് ചിന്തിച്ചിരുന്നു. ലൂക്കോസ് എഴുതിയതിൻ്റെ അകത്ത് ഏകദേശം 8 ദിവസം ഏകദേശം പദം ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് നാം ചിന്തിച്ചിരുന്നു. അവിടെ വെച്ച് യേശു പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു, അവൻ്റെ മുഖം സൂര്യനെ പോലെയായി. പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ മുഖത്തിൻ്റെ ഭാവം മാറും. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയിൽ നാം ഉറ്റിരുന്നു കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ദിവ്യ തേജസ്സുമായി നാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു അവൻ്റെ മുഖം സൂര്യനെ പോലെയായി, പ്രകാശിതമായി. തേജസ്സിൻ്റെ ദൈവം തേജസ്സെല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട് ഇവിടെ മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കി ആ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന യേശു അവൻ്റെ മുഖം സൂര്യനെ പോലെ ആയത് അത് പിതാവാം ദൈവത്തിൽ നിന്നുള്ള പ്രകാശം അവൻ്റെ മേൽ വ്യാപരിച്ചത് കൊണ്ടാണ്. അപ്പോൾ ക്രിസ്തു യേശുവിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശിതമാകും. യേശു മനുഷ്യനായി വന്നു കഴിഞ്ഞപ്പോൾ തേജസ് ഒഴിച്ചു വെച്ചിട്ടാണ് വന്നത്. എന്നാൽ ഈ മറുമലയിൽ പ്രത്യേകമായൊരു സന്ദർഭത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം നോക്കിയപ്പോൾ അത് സൂര്യനെ പോലെ ശോഭിക്കുന്നതായിട്ട് കണ്ടു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ മിന്നുന്നതായി തീർന്നു. പറഞ്ഞാൽ ഈ മുഖത്തെ പ്രകാശം അങ്ങ് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രം, എന്ത് വസ്ത്രം ഇട്ടാലും വസ്ത്രം വളരെ മിന്നും, അത് വളരെയധികം ശോഭിതയുള്ളതായി തീരും. അതവിടെ സംഭവിച്ച മുഖത്തെ ലൈറ്റ്, ആ റേഡിയൻസ് അത് വസ്ത്രത്തിലേക്ക് പതിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇട്ടുകൊണ്ടുപോയ ആ വസ്ത്രം അത് വെളിച്ചം പോലെ അത് മിന്നതായി തീർന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ക്രിസ്തുവിൻ്റെ മുഖത്തിൽ നിന്നുള്ള തേജസ്സിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് ആ പരിജ്ഞാനത്തിൻ്റെ തേജസ് മുഴുവൻ വെളിപ്പെട്ടു. ആ അറിവിനെയാണ് വെളിപ്പെടുത്തുന്നത്, പരിജ്ഞാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. സഭാപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിയുടെ മുഖം പ്രകാശിക്കുമെന്ന്, ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുമില്ലെന്നുള്ളത്. അപ്പോൾ അവിടെ അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിവ് വർദ്ധിക്കും തോറും സൗമ്യത ഉണ്ടാകും. നമുക്ക് അരിശം കാണത്തില്ല, ദേഷ്യം കാണത്തില്ല. ചോദിച്ചാൽ നമ്മളതിനോട് നമ്മളെന്ത് ചെയ്യത്തില്ല, തർക്കുത്തരം പറഞ്ഞ് മാറത്തില്ല. അത് വേണ്ട രീതിയിലുള്ള ആലോചന കൊടുക്കാനായിട്ട് നാം ഇഷ്ടപ്പെടും. കാരണം അതേക്കുറിച്ച് അറിയാവുന്നുണ്ട്. പരിജ്ഞാനമുള്ളവൻ്റെ മുഖത്തിൻ്റെ കാഠിന്യം മാറിപ്പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം, അവിടെ ആ മുഖത്ത് കാഠിന്യം മാറിപ്പോയ മുഖമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തിന്, അവൻ്റെ ഹൃദയത്തിൽ ഒട്ടും കാഠിന്യമില്ലായിരുന്നു. പരിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു അവൻ്റെ മുഖം സൂര്യനോട് തുല്യമായി ഉദിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനപ്രകാരം മുഖത്തിൻ്റെ കാഠിന്യം മാറിപ്പോകുന്നത് പരിജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ മുഖം അത്രമാത്രം ശോഭാപൂർണമായി തീരുന്നതിന് കാരണം സഭാപ്രസംഗ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വാക്യം പറയുന്നത്, ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ, കാര്യത്തിൻ്റെ പൊരുൾ അറിയുന്നവനാർ, മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവൻ്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ, കാര്യത്തിൻ്റെ പൊരുൾ അറിയുന്നവനാർ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനം അതാർക്കും തുലനം ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ കാര്യത്തിൻ്റെ പൊരുൾ അറിയാവുന്നവൻ, വരാനുള്ള ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്, വരാനുള്ള സകല ഭാവി കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള യേശു കർത്താവാണ് മറുമലയിൽ ഇപ്പോൾ ഈ ശിഷ്യ ഗണങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. മോശയുടെ മുഖം പ്രകാശിച്ചതിന് കാരണം എന്താ?
നമ്മൾ വിചാരിക്കും അവിടെ പോയിരുന്ന കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ ദൈവതേജസ് കൊണ്ട് മോശം തേജസ് പ്രാപിച്ചെന്ന. അതല്ല, ജ്ഞാനം ലഭിച്ചു. അതുകൊണ്ടാണ് 5 ഗ്രന്ഥങ്ങൾ എഴുതാൻ സാധിച്ചത്, സംഗീതം എഴുതാൻ പറ്റിയത്. ഈ കാഠിന്യമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ മുഖത്തെ അവൻ ഈ ഇറങ്ങി വരുന്ന സമയത്ത് ജ്ഞാനം തികഞ്ഞവനായിട്ട് സൃഷ്ടിയെക്കുറിച്ചും അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇസ്രായേൽ ജനത്തിന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് അവന് ലഭിച്ചിരുന്നു. അപ്പോൾ അവന്റെ ആ ജ്ഞാനം കൊണ്ടാണ് അവന്റെ മുഖത്തെ മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു അവൻ സാക്ഷാൽ ദൈവം മനുഷ്യനായി വന്നപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരൊറ്റ വചനം മാത്രം അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിച്ചാൽ മതി. എങ്ങനെയാണ് കർത്താവിൻ്റെ മുഖം പ്രകാശിതമായത്? ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ചിലർ ഫോട്ടോയൊക്കെ വരച്ചിട്ട് റേഡിയൻസൊക്കെ കൊടുത്ത് ലൈറ്റ് മിന്നിക്കുന്ന ചില മഹാവ്യക്തിയോടൊക്കെ കാണിക്കുക. അങ്ങനെ ഒരു രീതിയല്ല. ജ്ഞാനസമ്പൂർണ്ണായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം അവിടെ വെളിപ്പെടുത്തുകയാണ്. കാര്യത്തിന്റെ പൊരുളെല്ലാം അറിയാവുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. സർവശക്തന് മാത്രമേ കാര്യത്തിന്റെ പൊരുൾ അറിയത്തുള്ളൂ. കാര്യത്തിന്റെ പൊരുൾ നമുക്കും വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാര്യത്തിന്റെ പൊരുൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ യോഹന്നാൻ സ്നാപകൻ കേട്ട പ്രസംഗവും കേട്ട് യേശുവിന് പിന്നാലെ കൂടിയ ശിഷ്യന്മാരാണ്. അപ്പൊ ദൈവരാജ്യം എന്താണെന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ആ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു വെളിപ്പാട് അവർക്ക് ലഭിച്ചിരുന്നില്ല. യോഹന്നാൻ യേശു പ്രസംഗിച്ചു, പക്ഷേ എന്താണ് ദൈവരാജ്യം എന്നുള്ളത് യഥാർത്ഥമായിട്ട് പൊരുൾ അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ യഥാർത്ഥമായ പൊരുൾ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ പരിജ്ഞാനത്താൽ ഇവിടെ ഈ ശിക്ഷിഗണങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവര് ബോധം ഇല്ലാത്തവരല്ലെങ്കിൽ അവരവിടെ വീണടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ അവർ മയക്കം പിടിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ആ സ്ഥലത്ത് നമുക്കറിയാം വലിയ ഒരു പ്രകാശമുള്ള സ്ഥലത്ത് നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ അത്രമാത്രം തേജസ് അവിടെ വ്യാപരിക്കുകയാണ്. ശരിക്കും ഇവിടെ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ് വെളിപ്പെടുത്തുന്നത്. അവന് ജ്ഞാനത്തിൻ്റെ ആ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പൊരുൾ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇത് സംഭവിക്കുന്നത്. അല്ലാതെ അവിടെ സംഭവിച്ചതുകൊണ്ട് എന്താണ് കാര്യമുണ്ടായെന്ന് പത്രോസിന്റെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് 3 പേരും അവിടെ ആയിരിക്കുമ്പോൾ മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട യെരൂശലേമിലെ യേശുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചത്? മറ്റൊന്നുമല്ല സംസാരിച്ചത്. എന്തുകൊണ്ടാണ്? കാരണം മോശ ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാരും പ്രവചിച്ചത് യേശു ക്രിസ്തു മുഖാന്തരം പാപമോചനം ഉണ്ടാകുമെന്നും മനുഷ്യവർഗത്തിന് അനുഗ്രഹമുണ്ടാകുമെന്നുമാണ് സകല പ്രവാചകന്മാരും പ്രവചിച്ചത്. നമുക്ക് പത്രോസിന്റെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സകല പ്രവാചകന്മാർ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് അതിന്റെ പ്രാരംഭത്തിലും അവസാനത്തിലും സകല പ്രവാചകന്മാർ പ്രവചിച്ച ഒരൊറ്റ കാര്യമാണ്. എന്താണ്? യേശു കഷ്ടം സഹിക്കണം, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം, അവൻ മുഖാന്തരമായിട്ട് പാപമോചനം ഉണ്ടാകണം, അവൻ മുഖാന്തരം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരുടെ നിരകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം, ജനിക്കപ്പെടണം. അതാണ് സകല പ്രവാചകന്മാരും പ്രവചിച്ചത്. എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചത് ഒരൊറ്റ കാര്യമാണ്. ക്രിസ്തുയേശുവിൻ്റെ നിര്യാണം മുഖാന്തരമായിട്ട്, അവൻ്റെ മരണപുനരുത്ഥാനം മുഖാന്തരമായിട്ട്, അവൻ മുഖാന്തരമായിട്ട് മനുഷ്യവംശത്തിന് പാപമോചനം ഉണ്ടാകും എന്നുള്ളത് സകല പ്രവാചകന്മാരും പ്രവചിച്ച പ്രവചനമാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ ആദ്യ പ്രവാചകനെയും അവസാന പ്രവാചകനെയും അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാ മോശ പ്രവചിച്ചതും യോഹന്നാൻ സ്നാപകൻ പ്രവചിച്ചതും എല്ലാം ഒരൊറ്റ കാര്യം തന്നെയായിരുന്നു. സകല പ്രവാചകന്മാരും ഒരേ കാര്യമാണ് അവർ വിളിച്ചു പറഞ്ഞത്. കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരമുള്ള വിടുതലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് എന്നുള്ളത് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ലോകാരംഭം മുതലുള്ള സകല പ്രവാചകന്മാരും പ്രവചിച്ച പ്രവചനങ്ങൾ ഒരൊറ്റ കാര്യമാണ്: ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ തെളിവ് കൂടി വായിച്ചു പോകാം.
അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരെ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇത് ജ്യോതിമാരുടെ ബന്ധത്തിൽ പറഞ്ഞു, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവരാജ്യം സ്ഥാപിതമാക്കുവാൻ വേണ്ടി കർത്താവ് വരുന്നവരെയും സ്വർഗം അവനെ കൈക്കൊള്ളണമെന്ന് ഞാൻ ഭൂമിയിലേക്ക് യേശുവിനെ അയക്കത്തില്ല. അപ്പോൾ എന്നാൽ കർത്താവ് മധ്യാകാശം വരുമ്പോൾ ഭൂമിയിലേക്ക് വരുന്നില്ല, അവൻ മധ്യാകാശത്തിൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് തൻ്റെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ സകല പ്രവാചകന്മാരും എന്താണ് പ്രവചിച്ചത്? ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം അരുളിച്ചു. അപ്പോൾ യേശു ക്രിസ്തു കഷ്ടം സഹിക്കണമെന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രവചനം, അത് അനാദിയിലെ പ്രവചനമായതുകൊണ്ട്, ദൈവിക പ്രവചനമായതുകൊണ്ട് അത് സംബന്ധിച്ച കാര്യമാണ് ഇവരവിടെ സംസാരിച്ചത്. ഇവര് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിന് വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചുള്ള കാര്യമാണ് അവിടെ പ്രസംഗിച്ചത്. അവിടെ പറഞ്ഞത് ന്യായപ്രമാണത്തിന് ആദ്യ യേശുവിന്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. യേശുവിന്റെ മരണത്തെക്കുറിച്ച് അവര് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് സംഭവിക്കാൻ പോകുമ്പോൾ ആ പ്രവചിച്ച പ്രവാചകന്മാരെ രണ്ടുപേരെയും അവിടെ ദൈവം കൊണ്ടുവരുവാൻ കഴിയാത്തത്. ആരെക്കുറിച്ചാണോ പറഞ്ഞത് അത് നമുക്കറിയാം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ. അതുപോലെ മോശ എപ്പോഴും ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിഴലായിട്ട് ശുശ്രൂഷ ചെയ്തവനായിരുന്നു മോശ. ഇവർ രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സമയത്ത് നടക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഉദ്ദേശം അവിടെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തത്. 10 ദിവസം കൂടിയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. അവരുടെ ശ്വാസത്തിൽ ഉറക്കത്താൽ ഭാരപ്പെടുക എന്നതിൻ്റെ അർത്ഥം അവര് നിദ്രയിലാകുകയാണ്. നമ്മളെ പോലെ ഉറങ്ങുന്ന ഒരവസ്ഥയല്ല. ഈ തേജസ്സിൻ്റെ ഇതും അന്നത്തെ ആ സാഹചര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് വളരെയധികം എന്ത് ചെയ്തു? ഭാരപ്പെട്ടു പോയി. ഭാരം എന്ന് പറഞ്ഞാൽ അവർക്കത് ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ തളർന്നുപോയി. അപ്പോൾ അവരിൽ പത്രോസാണ് ഇപ്പോൾ 3 കുടിലുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ അവര് ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഇവര് വേഗത്തിൽ പത്രോസ് ഒരു ദർശനം കണ്ടതുപോലെ അവൻ പറയുകയാണ്, ഞാൻ 3 കുടിലുണ്ടാക്കാം. അതിലൊന്ന് യേശുവിനും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്നാണ് അവൻ പ്രസ്താവിച്ചത്. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് യേശുവിന്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. ആ സന്ദർഭത്തിൽ പ്രകാശമുള്ള മേഘം അവരെ നേരിടുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന ശബ്ദമുണ്ടാകുകയും ചെയ്തു. അപ്പോ ഇവിടെ 3 കുടിലുകളെ കുറിച്ച് പത്രോസ് വിളിച്ചു പറഞ്ഞത് അവൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെറുതെ പിച്ചുമ്പയും പറയുകയല്ല ചെയ്തു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കാര്യം വിളിച്ചു പറയുകയല്ല ചെയ്തത്. അവിടെ പറഞ്ഞത് വാസ്തവത്തിൽ ഇവൻ നിദ്രയിൽ എന്ന പോലെ ആകുമ്പോഴും ഇവനൊരു തേജസ്സിന്റെ അനുഭവത്തിൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തിന്റെ ആ തേജസ് അവന്റെ ഹൃദയത്തിൽ ഇവർ വന്നതുകൊണ്ടാണ് ഇവർക്ക് പണ്ട് മരിച്ചുപോയ യേശു ക്രിസ്തുവിന് ഏകദേശം 1500 വർഷം മുമ്പ് മരിച്ചുപോയ മോശയെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകനെ ഏലിയാവായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു തേജസ് അവർക്ക് ലഭിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ 3 വർഷം മുമ്പ് മരിച്ചുപോയ മോശയെ എങ്ങനെ പത്രോസ് തിരിച്ചറിയാൻ കഴിയും? എങ്ങനെ യാക്കോബ് തിരിച്ചറിയാൻ കഴിയും? യോഹന്നാൻ തിരിച്ചറിയാൻ കഴിയും? പക്ഷെ കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവിന്റെ മുഖത്തിന്റെ തേജസ് അവിടെ ഹൃദയദൃശ്യം പ്രകാശിച്ചപ്പോൾ അവർക്ക് ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചു. ക്രിസ്തുയേശുവിന്റെ ആ ദർശനം, ആ മുഖത്തിന്റെ തേജസ്സാണ് നമുക്ക് നമ്മുടെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ച്, അതുപോലെ വർത്തമാനകാലത്തെക്കുറിച്ച്, വരാനുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ
ക്രിസ്തുയേശുവിൻ്റെ മുഖത്തു നിന്നുള്ള ആ പ്രകാശം നമ്മുടെ ഹൃദയങ്ങൾ വരണം. അപ്പോൾ അവർ പറഞ്ഞതാണ്, മോശയും ഏലിയാവും അവര് ഭൂതകാലത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു. വർത്തമാനകാല പ്രവാചകന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും അവര് ആ 3 പേർക്കും കൂടി അവർ നിന്നപ്പോൾ ദൈവിക തൃത്വം അവിടെ വെളിപ്പെട്ടിട്ട് ഭാവി കാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അവരോട് പറഞ്ഞു, ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവിക തൃത്വം വീണ്ടും ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെങ്കിൽ താബോർ മലയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യോർദാൻ നദിയിൽ യേശു സ്നാനപ്പെട്ട് അവൻ കരയ്ക്ക് കയറുന്ന സമയത്ത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവങ്കിൽ ചെവി കൊടുപ്പി, എൻ്റെ പ്രിയപുത്രൻ ഞാൻ ഇവൻ പ്രസാദിക്കുന്നു, ചെവി കൊടുപ്പി എന്ന് പറഞ്ഞ അതേ ശബ്ദം തന്നെ വീണ്ടും അതിശ്രേഷ്ഠ തേജസ് എന്ന ശബ്ദമുണ്ടായി. ഇതൊക്കെ ഞാൻ 10 ദിവസം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് പറയുന്നത്. കാരണം അതിശ്രേഷ്ഠ തേജസ് എന്ന് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് സ്വർഗം ഡിക്ലെയർ ചെയ്തു. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദമുണ്ടാകുകയും ചെയ്തു. അപ്പോൾ മറ്റാരും ഇവിടെ സംസാരിക്കാനല്ല. താബോർ മലയിൽ എന്നും താബോർ മല ഇസ്രായേലിലുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും അവരവിടെ പ്രാർത്ഥിക്കാൻ കയറിപ്പോയപ്പോൾ മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട ആ മല ഇന്നും അവിടെ നിൽപ്പുണ്ട്. അത് ചരിത്ര സത്യമായിട്ട് നിലനിൽക്കുന്ന കഥയല്ലതൊന്നും. ഇതൊക്കെയും സംഭവിച്ച കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ അങ്ങനെ മരിച്ചുപോയ 2 പേരെ അവരെ ജഡത്തിൽ പ്രത്യക്ഷപ്പെടുത്തി അവരെ മേഘത്തിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ താബോർ മലയ്ക്ക് ജീവനുണ്ടെങ്കിൽ വിളിച്ചു പറയും, ഞാൻ കണ്ടതാ അതിന് സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞത്, കർത്താവ് ചെയ്ത അടയാളങ്ങൾക്കും ദൈവം ചെയ്ത ശുശ്രൂഷകൾക്കും ഗലീല കടൽ സാക്ഷ്യം പറയും, ഒലിവുമല സാക്ഷ്യം പറയും. അവിടെയുള്ള ഓരോ മണൽത്തിരിയും യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പ്രസ്താവിക്കും. അവർക്ക് പറയാൻ സംസാരിക്കാൻ നാവുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രസ്താവിച്ചതെന്നറിയാമോ? പക്ഷേ നാവുണ്ടായിട്ടും സംസാരിക്കാതിരിക്കുന്ന നമ്മളാ മനുഷ്യരാണ്. നമുക്ക് എന്തെല്ലാം അടയാളം കണ്ടാലും അത്ഭുതം കണ്ടാലും ഇനിയും ഉണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇല്ലേ? ഇനി എന്തെങ്കിലും അത്ഭുതമൊക്കെ തീർന്നു പോയോ? നീ ഉണ്ടോ? അങ്ങനെ യുവതന്മാർ ചോദിച്ചത്, നീ എന്താ അത്ഭുതം ചെയ്യും, നീ അടയാളം ചെയ്യുന്ന ചോദിച്ചു. ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും ചോദിക്കുക, അവനെ പരിശോധിക്കുക, നീ ഒരു അടയാളം ചെയ്യേ. ഇത്രയും കണ്ടത് പോരാ. 5 അപ്പം കൊണ്ട് 5000 കൊണ്ട് പോഷിപ്പിച്ച് മിച്ചവും കൊടുത്ത് എല്ലാവരും തിന്ന് തൃപ്തരായിട്ട് പോയതാ. അവർ തന്നെ ചോദിക്കുക, നീ എന്താ അടയാളം ചെയ്യുന്നത്, ഇനി അടയാളം കാണിക്കാൻ പറയുക. മനുഷ്യനതാ. പക്ഷേ പ്രകൃതി പറയും, ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ സൃഷ്ടിതാവിനെ. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ആകുല ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ മേഖലകളിൽ പലതും ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ആടി ഒലിയുന്ന ഓട പോലെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല, ഒന്നിനുമുള്ള ബലമില്ല, ശക്തിയില്ല, നമ്മൾ ആടി ഒലഞ്ഞു പോകും. എന്നാൽ പ്രകൃതിയോട് ചോദ്യര്, മൃഗങ്ങളോട് ചോദ്യര്, അവതിനോട് സംഭാഷിക്കും. യോൻ പുസ്തകം പറഞ്ഞു, മൃഗങ്ങളോട് ചോദ്യര്, അത് നിന്നോട് പറഞ്ഞു തരുന്ന പറയക്കണം. കാക്കയോടും മയിലിനോടും പൂച്ചയോടും അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ചോദിച്ചാൽ പറയും. കാക്ക പറയും, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഏലിയാവിന് ആഹാരം കൊണ്ടു കൊടുത്താന്ന് പറയും. കാക്കയ്ക്ക് പറയാൻ സാക്ഷ്യമുണ്ട്. കാക്ക പറയും, ഞാൻ ചെയ്തതെന്ന് പറയും. ഞാൻ പറഞ്ഞത്, മൃഗങ്ങളോട് സംഭാഷിച്ചാൽ അത് സർവശക്തന്റെ കാര്യങ്ങൾ വിളിച്ചു പറയും. കടലാനയോട് ചോദിച്ചാൽ പറയും, ദൈവത്തിന് അകന്നുപോയ യോനയെ വിഴുങ്ങിയ ചരിത്രം എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ സിംഹത്തോട് ചോദിച്ചാൽ സിംഹം പറയും, ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ എൻ്റെ വായ അടച്ചു കളഞ്ഞത് എനിക്ക് അവനെ തൊടാൻ കഴിഞ്ഞെന്ന് പറയും. തീയോട് ചോദിച്ചാൽ പറയും, ദൈവത്തിൻ്റെ ദാസന്മാരെ ദഹിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറയും. വെള്ളത്തോട് ചോദിച്ചാൽ വെള്ളം പറയും, എനിക്ക് അവരെ മുക്കിക്കളയാൻ കഴിയത്തില്ലെന്ന് പറയും. പ്രപഞ്ചത്തോട് ചോദിച്ചാൽ അതിന് ചെവിയുണ്ടെങ്കിൽ, അതിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നാവുണ്ടായിരുന്നെങ്കിൽ
ഇതൊക്കെ നമ്മോട് സംഭാഷിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന നമുക്കാണ് സംശയം പിന്നെയും പിന്നെയും. അതാണോ ഇങ്ങനെയാണോ എന്നൊക്കെ സംശയമാണ് നമുക്കിപ്പോഴും, അല്ലെ? എത്ര ക്ലാസ് കേട്ടാലും എന്തെല്ലാം പഠിച്ചാലും പിന്നെയും സംശയമാണ്. ഓ, എനിക്ക് ഈ വിഷയം വിടൽ കിട്ടുമോ? ഞാൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ? നാളെക്കുറിച്ചുള്ള ആകുലതകളും പരാധീനകളും വേദനകളും. പക്ഷേ ബിലെയാമിന്റെ കഴുതിയോട് ചോദിച്ചാൽ പറയും, ഞാന് ഉരിയാടാതിരുന്നവനാ, പക്ഷേ എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ബിലെയാമിനോട്, അവനോട് സംസാരിക്കാൻ വേണ്ടി ദൈവം ഉരിയാട കഴുതയെ ഉപയോഗിച്ചു. ഒരിക്കലും ഒരു അക്ഷരം പോലും സംസാരിക്കാത്ത കഴുത മനുഷ്യ ശബ്ദത്തിൽ സംസാരിച്ചെന്ന് അത് പറയും, ഞാനത് സംസാരിച്ചെന്ന്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമുക്കല്ലേ സംശയം മനുഷ്യ, നമുക്കല്ലേ സംശയം, നമുക്കല്ലേ ആടിയൊലിയുന്ന അവസ്ഥയുള്ളത്, നമുക്കല്ലേ സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടുള്ളത്, നമുക്കല്ലേ ഒന്നും തികവില്ലാത്തത്, നമുക്കെപ്പോഴും പരാധീനതകളും നമുക്ക് എന്നും കംപ്ലൈന്റുകളാവുള്ളത്. ഇന്നും കംപ്ലൈന്റുകളാണ്. ഒരിക്കലും തൃപ്തിയില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീർന്ന മനുഷ്യനോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുക. അത് അവിടുത്തെ താവോർമലയോട് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ അവന്റെ അത്ഭുതം കണ്ടതാ. ഈ അത്ഭുതം കണ്ട അവർ പറയും, മോശയും ഏലിയാവും ഇവിടെ വന്ന് തേജസ്സിൽ അവര് നിലകൊണ്ടതാണ് പറയും. ഞാനിന്ന് രാത്രിയിലെ സന്ദേശം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏകദേശം 2000 വർഷം പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന താബോരും ഹെർമോനും ഒക്കെ ഉല്ലസിക്കുന്നു പറഞ്ഞതുകൊണ്ടാണ്, അല്ലേ? പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. താബോരും ഹെർമോനും ഒക്കെ ഉല്ലസിക്കാൻ കാരണം അവയിൽ ദൈവപ്രവൃത്തി നടന്നതുകൊണ്ടാണ്. അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ രാത്രിയിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ കണ്ടുകിട്ടിയ എനിക്ക് നിങ്ങൾക്കും ഉല്ലസിക്കാൻ കഴിയുന്നുണ്ടോ? താബോരും ഹെർമോനും ഒക്കെ ആനന്ദിക്കുന്നു, ഉല്ലസിക്കുന്നെന്ന് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്. താബോറിനെ കണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം അവിടെ കയറേണ്ടതാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള സ്ക്രീനിങ് പ്ലേസ് ആയിരുന്നു താബോർ മല. താബോർ ആനന്ദിക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ 5 പേരുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവശക്തി ഉണ്ടായിരുന്നു. അത് ദൈവിക തൃത്വത്തിന്റെ വെളിപ്പെടുത്തലാണ് കാണുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, കർത്താവിന്റെ സ്നാന ശുശ്രൂഷ സമയത്ത് വചനമാകുന്ന ക്രിസ്തു ഭൂമിയിലും പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിക്കുകയും പിതാവാം ദൈവത്തിന്റെ ശബ്ദവും കേട്ടു, ഇവന്റെ പ്രിയപുത്രനെ ഇവന് ചെവി കൊടുപ്പീൻ, മകൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീനെന്ന്. ദൈവിക തൃത്വം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും ശുശ്രൂഷയുടെ അവസാനത്തിലും ദൈവിക തൃത്വം വെളിപ്പെട്ടതായിട്ട് നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ ദൈവിക തൃത്വത്തോടെ വെളിപ്പെട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപുത്രനെ ചെവി കൊടുപ്പീനെന്ന ശബ്ദമുണ്ടായി. മോശയും ഏലിയാവും അപ്രത്യക്ഷമാകുകയും യേശുവും ശിഷ്യന്മാരും ശേഷിക്കുകയും ചെയ്തു. ഇത്രയുമാണ് മറുമലയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് രക്തം ചുരുക്കം. നമ്മൾ ശരിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ എടുത്ത് പഠിക്കാനുണ്ട്. പക്ഷെ ഞാനത് വളരെ രക്തം ചുരുക്കമായിട്ട് പറയുന്നതാണ്. ഇത്രയാണ് സംഭവിച്ചത്. മോശ ഏലിയാവ് അപ്രത്യക്ഷരായി. പത്രോസും യാക്കോവും യോഹന്നാനും അവിടെ ഇരുന്നു. ഇതിനു മുമ്പായിട്ടാണ് പറഞ്ഞത്, ഞാൻ 3 കൂടുതൽ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചത്. പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ മേഘം അവിടെ പ്രത്യക്ഷമായി. ഈ 2 പേരും യേശു ക്രിസ്തുവിന്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അവർ അപ്രത്യക്ഷമായി തീരുവാനിടയാത്തും. പക്ഷേ ഈ പ്രത്യക്ഷപ്പെട്ടത് മോശയും ഏലിയാവുമാണെന്നുള്ള കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഉള്ള സമയത്ത് എന്താണ് ഇതുമായി ദൈവരാജ്യത്തിന്റെ ബന്ധം എന്നുള്ളതാണ് നാം തുറന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ 5 പേരോട് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാര്യം എന്താണ്? ദൈവതൃത്വം വെളിപ്പെട്ടല്ലോ. ദൈവതൃത്വം വെളിപ്പെടുമ്പോൾ നമുക്കറിയാം, വചനമാകുന്ന ക്രിസ്തുവാകുന്ന ശരീരത്തിൽ പരിശുദ്ധമാവ് ആവസിക്കുന്നുണ്ട്. പിതാവിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ദൈവത്വത്തോടെ വെളിപ്പെടുന്നത്. ഇവര് ഈ ദൈവരാജ്യത്തിൽ ആരെല്ലാം ഉണ്ടായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. ദൈവരാജ്യത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവരാജ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തവർക്ക്.
ദൈവരാജ്യത്തിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന പ്രധാന വസ്തുത, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആരംഭത്തെങ്കിൽ വെളിപ്പെട്ട ദൈവീകത്വം അവന്റെ ശുശ്രൂഷയുടെ അവസാനത്തെങ്കിൽ ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടതാകുമ്പോൾ ദൈവരാജ്യത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ വെളിപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തത്, അതുപോലെ അതിൽ പഴയ പുതിയ നിയമ വിശുദ്ധന്മാർ ഉൾപ്പെടുമെന്നുള്ളതാണ് അവരുടെ സാന്നിധ്യം കൊണ്ട് തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവിക തൃത്വം ദൈവരാജ്യത്തിലുണ്ടായിരിക്കും. പഴയ നിയമ പുതിയ നിയമ വിശ്വാസ വീരന്മാർ അഥവാ വിശുദ്ധന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടതായിരിക്കും ദൈവരാജ്യം. ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം ഒന്നാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നല്ല എന്നുള്ളത് നമ്മളതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ദൈവരാജ്യം അക്ഷരികമായി 1000 ആണ്ട് വാഴ്ചയിൽ നിറവേറപ്പെടുന്നതാണ്. ഒന്ന് മരണമുണ്ടായിരിക്കും, ജനനമുണ്ടായിരിക്കും. എന്നാൽ അത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥനയുടെ പൂർണ്ണതയാകത്തില്ല. സ്വർഗത്തിൽ മരണമില്ല, സ്വർഗത്തിൽ പാപമില്ല, സ്വർഗത്തിൽ ജനനമില്ല. അതുകൊണ്ട് ഈ ദൈവരാജ്യം എന്നുള്ളത് പരിപൂർണമായിട്ടുള്ള ഒരു പ്രദർശനമായിരിക്കത്തില്ല. എന്നാൽ സ്വർഗരാജ്യം പുതിയ ആകാശം പുതിയ ഭൂമിയിലാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്ന ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന സ്വർഗരാജ്യം സ്ഥാപിതമാക്കപ്പെടുന്നത് അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്, പൊതുവാന ഭൂമിയിലാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രസൻസോട് 5 പേരുടെ ഇവർ വന്നത് മുഖാന്തരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവരാജ്യം കാണാതെ ഇവർ മരിക്കയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പേരും ദൈവരാജ്യം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും ദൈവരാജ്യത്തിൽ. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വിശുദ്ധന്മാർ നീതിവാന്മാർ അതിൽ കാണും ദൈവരാജ്യത്തിൽ എന്നുള്ളത് ഇവിടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ പാവമോചനം ലഭിച്ച് നിത്യം ജോലിക്കാവുന്നവർ മണ്ണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിക്കപ്പെടുന്നിരിക്കുന്നതുകൊണ്ട് ആത്മീയമായി ദൈവരാജ്യത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മളിപ്പോൾ ആത്മീയ ദൈവരാജ്യത്തിലാണ്. നമ്മൾ ക്രിസ്തു യേശു രക്തത്താൽ ജയം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ട് നമ്മൾ ആത്മീയ ദൈവരാജ്യത്തിലാണ്. എന്നാൽ നമ്മളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൽ മടക്കാം. പക്ഷെ ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മളിൽ പ്രവേശിക്കത്തില്ല. നമ്മൾ ആത്മീയ ദൈവരാജ്യത്തിലാണ് ഇരിക്കുന്നത്. അത് അക്ഷരിക ദൈവരാജ്യമായിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ വരും. പിന്നീട് പരിപൂർണമായ സമ്പൂർണമായ ദൈവരാജ്യമാണ് സ്വർഗരാജ്യമായിട്ട് പൊതുവാന ഭൂമി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആത്മീയമായിട്ട് നമ്മൾ ദൈവരാജ്യത്തിലാണ്. അതുപോലെ തന്നെ നാം അക്ഷരികമായ ദൈവരാജ്യത്തിലേക്ക് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തിലൂടെ വരും. അതിനുശേഷം പൊതുവാന ഭൂമിയിൽ വരുവാണ്ട ലോകത്തിൽ യഥാർത്ഥമായ സ്വർഗരാജ്യം വെളിപ്പെടും. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആയിത്തീരുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. പാപവും മരണമില്ലാത്ത സ്വർഗത്തിന്റെ അവസ്ഥയിലുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും പൂർണ്ണമായി സ്ഥാപിതമാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ 2 സുപ്രധാന പ്രത്യക്ഷതകൾക്ക് ശേഷമാണ്. അതിൽ ഒന്നാമത്തേത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ഒന്നാമത്തേത് സംഭവിച്ചു, അതേക്കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെക്കുറിച്ചുള്ള, അവൻ കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസ്താവിച്ചതാണ് കർത്താവിന്റെ ഒന്നാമത്തെ വരവ്. യേശു പാപത്തെ നീക്കുവാൻ ലോകരക്ഷകനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണത്. കർത്താവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടും പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ലോകത്തെ പ്രത്യക്ഷയായ 2ാമത്തെ വരവെങ്കിൽ അവന് ഭൂമിയിൽ അക്ഷരികമായ ദൈവരാജ്യം സ്ഥാപിക്കുകയും 1000 വർഷത്തെ മരണത്തിന്റെ അവസാനത്തെങ്കിൽ മരണമാകുന്ന സാത്താനെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. സകല വേരും കൊമ്പും ശേഷിപ്പിക്കാതെ എല്ലാത്തിനും തീയെ തള്ളിയ ശേഷമായി ദൈവിക നിത്യതയിലെ സ്വർഗരാജ്യം സമ്പൂർണ്ണമാക്കപ്പെടുന്നതാണ്. താഴെ നമുക്ക് ചില വചനങ്ങൾ വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കിയാൽ നമുക്ക് അത് പഠനം നിർത്താൻ കഴിയത്തില്ല. കാരണം അത് സമ്പുഷ്ടമായിരിക്കുന്ന ഒരു നദി പോലെയാണ്. അതെപ്പോഴും കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് പറ്റിപ്പോകത്തില്ല. എപ്പോഴും അത് നിറഞ്ഞ് കവിയുന്ന, അളവിന് വ്യത്യാസമില്ലാതെ ഒഴുകുന്ന ഒരു നദി പോലെയാണ് ദൈവവചന പഠനം. അത് എത്രമാത്രം കോരിയെടുത്താലും തീർന്നു പോകത്തില്ല. സമ്പൂർണ്ണമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും സമ്പൂർണ്ണമായി നിറഞ്ഞ ഒരു നദിയാണ്. ഒരു നദിയുണ്ട് എന്ന് പറഞ്ഞത് വിശുദ്ധ നിവാസത്തെ തന്നെ നനയ്ക്കുന്നു, നിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്ന പറയുന്നത്.
അപ്പോൾ ആ നദി പരിശുദ്ധാത്മാവിൻ്റെ നദി പോലെ അതിന് കുറവില്ല കൂടുതലില്ലാതെ ഒഴുകുന്ന ആ സമ്പൂർണ്ണമായിരിക്കുന്ന ആത്മാവിനാൽ പഠിക്കുമ്പോൾ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും. ഒന്ന് വരുന്ന 5-25-28 വാക്യങ്ങളിലും വെളിപ്പാട് പുസ്തകം 21 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. അത് പറഞ്ഞിരിക്കുന്നത്, അവൻ സകല ശത്രുക്കളെ കാൽ കീഴാക്കോളം വാഴേണ്ടതാകുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ നീക്കി പിതാവാം ദൈവത്തിന് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കും. അതിൻ്റെ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാപം പ്രവേശിച്ചെങ്കിൽ, സാത്താൻ പ്രവേശിച്ചെങ്കിൽ അവനെ മനുഷ്യനിൽ നിന്ന് മാറ്റി വേർതിരിച്ച് ദൈവത്തിന് വേണ്ടിയതിനെ ദൈവം ശേഖരിച്ച് മാറ്റി നിർത്തി നിരകളിലൂടെ അതേ ക്രിസ്തുവോട് സദൃശ്യമായിത്തീരുന്ന ആദിജാതന്മാർ സഭയും അഥവാ മണവാട്ടി സഭയും അതിനോടുകൂടെ അവൻ്റെ കൂടെ നടക്കുന്ന തോഴിമാരായിരിക്കുന്ന കന്യകമാരെയും മണവാട്ടിയുടെ മണവാളുടെ തോഴന്മാരെയൊക്കെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ദൈവം കണ്ടിട്ടുണ്ട്. നിത്യതയിൽ ജീവിക്കേണ്ട വിശുദ്ധീതിന്മാരെ കുറിച്ചും ദൈവം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളൊരിക്കലും വിചാരിക്കരുത് മനുഷ്യനെ സൃഷ്ടിച്ച് ഇവിടെ മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്ന ഒരു മനുഷ്യജീവിതം കൊണ്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ഒന്നാമത്തെ വരവെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ രക്തം മുഖാന്തരമായുള്ള പാപമോചനം സംഭവിച്ചത് മുഖാന്തരമായി നമുക്ക് ദൈവമായിട്ടുള്ള അടുപ്പമുണ്ട്. അത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനിടയെ തീർന്നു. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അത് പറഞ്ഞിരിക്കുന്ന 21-3-5 വെളിപ്പാട് സമ്പാദിക്കുന്നത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. അതെ, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ഒന്നാം മനുഷ്യനായ ആദം മുഖാന്തരമുണ്ടായ മരണവും പാവവും ആ ലോകവും പൈശാചികമായിരിക്കുന്ന ആധിപത്യവും ഈ ലോകത്തിൻ്റെ രാഷ്ട്രം, ഈ ലോകത്തിൻ്റെ രാജ്യം അത് മാറിപ്പോകും. താൽക്കാലികം ഈ ലോകത്തിലെ ദൈവം നീങ്ങിപ്പോകും. എന്നാൽ ഒടുക്കത്തെ ആദമായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരം സ്ഥാപിതമായിരിക്കുന്ന ദൈവരാജ്യം നിത്യരാജ്യമായി സ്വർഗരാജ്യമായി എന്നേക്കും നിലനിൽക്കും. അതിന് മാറ്റമില്ലാത്തതാണ്. മരണമില്ലാത്ത, പാപമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ഭാവി കാലം മനുഷ്യവംശത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ആര് യേശുവിൽ വിശ്വസിച്ചാലും ദൈവത്തിലേക്ക് അടുത്ത് വന്നാലും അവർക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് ദൈവം നമുക്ക് അതിൻ്റെ ഉറപ്പ് നൽകുന്നു. ഭൂമിയുടെ അധോഭാഗത്തുള്ള മീതിയുള്ള പാതാളത്തിലുണ്ടായിരുന്ന 2 നിരകളിൽപ്പെട്ടവരെ പ്രതിനിധീകരിച്ചാണ് മോശയും ഏലിയാവും അന്ന് താബോർ മലയിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ 2 പേരും വരാൻ കാണാതെ. അബ്രഹാമിനെ ദൈവം കൊണ്ടുവന്നില്ല, ഹാനോക്കിനെ നോഹയൊന്നും കൊണ്ടുവന്നില്ല. ഇവിടെ കൊണ്ടുവന്നത് മോശയും ഏലിയാവിനെയുമാണ് കൊണ്ടുവന്നത്. ഇത് മരണാന്തര നിലയുള്ള ബന്ധത്തിൽ മീതിയുള്ള പാതാളത്തിൽ അന്നുണ്ടായിരുന്ന 2 മരണാനന്തരങ്ങളെ വെളിപ്പെടുത്തി അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മോശയും ഏലിയാവോട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവസാനം അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പഴയ ശ്രേഷ്ഠന്മാരെ പ്രതിനിധീകരിക്കുന്നത് മോശയാണെങ്കിൽ, പഴയ നിയമത്തിൽ മുതൽ ഒടുക്കത്തെ നാൾ വരെയുള്ള നീതിമാന്മാരായ ജീവവസ്തുക്കളുള്ളവരെ പ്രതികരിക്കുന്നത് ഏലിയാവാണ് പ്രതികരിച്ചത്. ഏലിയാവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകന്റെ ബന്ധത്തിൽ പറയുമ്പോൾ കഥാ പറഞ്ഞു, അവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണെന്ന് പറഞ്ഞു. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ സ്വർഗ്ഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതൊക്കെ സംശയം എന്താണ് ഈ ചെറിയവൻ, എന്താണ് വലിയവൻ? ദൈവവചനത്തെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്നവരാണ് വലിയവർ. അതിനെ അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ചെറിയവരാണ്. അപ്പൊ ദൈവവചനത്തെ അതുപോലെ തന്നെ മോശയോട് പറഞ്ഞത് അതുപോലെ തന്നെ മോശ ചെയ്തു. നമുക്കത് സംഖ്യാപുസ്തകവും അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. എന്ത് മോശയോട് പറഞ്ഞോ കർത്താവ് പറഞ്ഞ പോലെ തന്നെ അവൻ ചെയ്തെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്കൂ. സമാഗമന കൂടാരം പണിയുമ്പോഴൊക്കെ എന്ത് കൽപ്പിച്ചോ അതുപോലെ അവൻ ചെയ്തു. അതുപോലെ ചെയ്തു, ഇടറിപ്പോയില്ല, അതുപോലെ തന്നെ ചെയ്തു. അതാണ് മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് അവനെ
ദൈവം പറഞ്ഞു ഇവൻ സൗമ്യന എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവനെ പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരെ പ്രതിനിധീകരിക്കാൻ വേണ്ടി മോശയാണെന്ന് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഇത് ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യാഖ്യാനിക്കുക. വ്യാഖ്യാനിക്കുമ്പോൾ നാളെ സംശയം ചോദിക്കും, എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു, എന്തുകൊണ്ട് ഏലിയാവിനെ വ്യാഖ്യാനിച്ചില്ല, എന്തുകൊണ്ട് മോശയെ എങ്ങനെ പറയാൻ പറ്റും? മോശ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ. മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തതാണ്. അവൻ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ പണിതു. കട്ടൻ ഉണ്ടാക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ പണിതു. സമാധാന കൂടാരം ദൈവം പറഞ്ഞ പോലെ തന്നെ പണിതു. ഇപ്പൊ മോശ ദൈവം പറയുന്ന പോലെ തന്നെ ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത് യോഹന്നാൻ സ്നാപകനാണ്. അവൻ ചെയ്ത ശുശ്രൂഷകൾ വേറെ ആരും ചെയ്തിട്ടില്ല. കാരണം യേശു ക്രിസ്തുവിനെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി അവനെ സ്നാപകനായിട്ട് നിയോഗിച്ചയച്ചപ്പോൾ, സൃഷ്ടിതമായ ദൈവം മനുഷ്യനായ ഭൂമി വന്നപ്പോൾ അവൻ്റെ കൈക്കീഴിൽ മാത്രമേ യേശു താണിട്ടുള്ളൂ. പറഞ്ഞാൽ അവനെ വെള്ളത്തിൽ മുക്കി അവിടുന്ന് എഴുന്നേറ്റപ്പോൾ അത് മനുഷ്യനോട് ദൈവം ചേരാൻ വേണ്ടിയാണ്. സ്നാനം ദൈവത്തോട് ചേരാൻ വേണ്ടിയാണ് സ്നാനം. മോശയുടെ കൂടെ പോയവര് അത് മോശയോട് ചേരാൻ വേണ്ടിയാണ് അവര് ചെങ്കടലിലൂടെ കടന്നു പോയപ്പോൾ സ്നാനപ്പെട്ടത്. ചെങ്കലിലൂടെ കടന്നു പോയ മീതയാക വെള്ളം, താഴെയും വെള്ളം, അതിൻ്റെ ഇടവഴി അവർ പാസ് ചെയ്തപ്പോൾ സ്നാനം ഒരു നിഴലായിരുന്നു മോശയോട് ചേർന്നു. എന്നാൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ടത് നമ്മോട് ചേരാൻ വേണ്ടിയായിരുന്നു. യോഹന്നാനോട് ചേരാൻ വേണ്ടിയായിരുന്നില്ല. നശിച്ചു പോയ മനുഷ്യനെ അവനെ രക്ഷിച്ച് ദൈവത്തോട് ചേർക്കാൻ വേണ്ടിയാണ് യേശു സ്നാനപ്പെട്ടത്. യേശു എന്തിനാ സ്നാനപ്പെട്ടെന്നൊരു ചോദ്യം ഉണ്ടാകും. എന്തിനാ കർത്താവ് സ്നാനപ്പെട്ടത്? അവൻ എവിടെയാണ് ചേർന്നത്? അവൻ ചേർന്നത് പഴയ നിയമത്തോടല്ല ചേർന്നത്. അവനോട് ചേരാനുള്ളവരോട് ചേരാൻ വേണ്ടി അവൻ നമുക്ക് സദൃശമായി തീരുകയാണ്. അവൻ കുറഞ്ഞവനായി ചെറിയവനായിട്ട് നമ്മുടെ കൂടെ ചേരുവാൻ കഴിയാത്തത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. എന്നാൽ അവൻ ഇടറിപ്പോയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവൻ സ്ത്രീകൾ ജനിച്ചവൻ ഒന്നാമനാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠനാണെങ്കിലും അവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും പറഞ്ഞു. അപ്പൊ ദൈവരാജ്യത്തിലെ ചെറിയ നിര എന്നുള്ളത് നിത്യജീവന്റെ നിരയാണ്. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയ നിര നിത്യജീവന്റെ നിരയാണ്. അപ്പൊ നിത്യജീവന്റെ നിരയുള്ളവരെ നമ്മൾ 30 മേനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 60 മേനിക്കാരാണ് ഈ പറയുന്ന മോശ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ. അപ്പോൾ യോഹന്നാനെ എന്തുകൊണ്ടാണ് ചെറിയ നിരയിൽപ്പെടുത്തിയത്? കർത്താവ് പറഞ്ഞു, അവൻ ദൈവരാജ്യത്തിൽ തള്ളപ്പെട്ടു പോകുമെന്ന് പറഞ്ഞില്ല. അവൻ ദൈവരാജ്യത്തിലോ അല്ലെങ്കിൽ സ്വകരാജ്യത്തിലോ ഏറ്റവും ചെറിയവനായിരിക്കും. അവൻ ഏറ്റവും ചെറിയ അവനേക്കാൾ വലിയവെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം വലിയ ശുശ്രൂഷ ചെയ്തിട്ട് വലിയ ആളാകേണ്ടവനായിരുന്നു. പക്ഷേ നിത്യതയോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സ്നാനം നിത്യജീവനോട് അവകാശപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് മൽക്കിസദേക്കിന് നിഴലായി വന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാണെന്ന് പഠിപ്പിച്ചപ്പോൾ ഏലിയാവിന് നിഴലായി വന്നത് പർദീസ് എന്നുള്ള ദൂതനാണ് പഠിപ്പിച്ചത്. പർദീസ് എന്നുള്ള ദൂതനാണെന്നുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ അന്തരമുണ്ട്. അപ്പോൾ പർദീസുള്ള ദൂതനാണ് മനുഷ്യനായിട്ട് ഏലിയാവായിട്ട് വന്നത്. അപ്പോൾ നിത്യതയുള്ള ബന്ധത്തെ നാം കാണുമ്പോൾ ഏലിയാവ് പ്രതിദാനം ചെയ്തത് നിത്യജീവൻ യോഗ്യതയുള്ളവരെയാണ് അവൻ കാണിക്കുന്നത്. ലോകാരംഭം മുതൽ ഒടുക്കത്തെ നാൾ വരെ നിത്യതയ ജീവന് വേണ്ടി യോഗ്യരാകുന്ന 30 മേനിക്കാരെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ഏലിയാവാകുന്ന യോഹന്നാൻ സ്നാപകനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയത്. എന്നാൽ മോശ അവിടെ വന്നത് അബ്രഹാം ഉൾപ്പെടെയുള്ള പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് മോശ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 2 നിരകളെ നമുക്ക് മനസ്സിലാക്കി. ഇത് മനസ്സിലാകണമെങ്കിൽ മണ്ണാന്തകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. മുമ്പ് വെളിപ്പാട് ദിവസം പഠിച്ചവർക്ക് ഇതിനു മുമ്പ് കാര്യങ്ങളെ മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം. ഞാൻ ഇതിൻ്റെ പ്രാരംഭ സമയത്ത് തന്നെ മണ്ണാന്തകളെക്കുറിച്ചുള്ള ദീർഘമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അത് മനസ്സിലാകുമെന്നുള്ളത്. പല വെറുതെ 2 പേരെ കൂട്ടിക്കൊണ്ടുപോയി മറുമലയിൽ കൊണ്ടുപോയി കഥാവിനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിറങ്ങിപ്പോലെയല്ല ചെയ്യും. ഇതിനെല്ലാം പിമ്പിൽ വലിയ ആത്മീയ മർമ്മമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ വേദവസ്തം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഉപമകൾ, കർത്താവ് പറഞ്ഞ വാക്കുകൾക്കൊക്കെ അതിൻ്റെ വിലയും നിലയും മനസ്സിലാകണം. അതായത് വേറെ 2 പേരെ 3 പേരെ അവരെ കൂട്ടിക്കൊണ്ട് അവിടെ പോയി 2 പേരും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, 5 പേരും വന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോയെന്നാൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടുമുട്ടി ചായ കുടിച്ചു പോകുന്ന പോലെയാണോ ദൈവത്തിൻ്റെ സമ്മേളനങ്ങൾ? അല്ല. പൊരുൾ തിരിച്ചറിയുകയാണ്, പൊരുൾ വെളിപ്പെടുത്തുകയാണ്.
ദൈവരാജ്യത്തിനെ പുനർവെളിപ്പെടുത്തുകയാണ്. ഞാനിപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചായ കുടിച്ചു, വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോയതുപോലെയാണോ ഈ താബോർ മലയിൽ കർത്താവും ദൈവിക തത്വവും മോശയും യോഹന്നാനും മോശയും ഈ യോഹന്നാനും അതുപോലെ തന്നെ യാക്കോവും പത്രോസും എല്ലാവരും കൂടിയത് അല്ല. ചുരുങ്ങിയ സമയം, എത്ര സമയം പ്രാർത്ഥിച്ചെന്നറിയത്തില്ല, പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി. പക്ഷേ ഇവർ ഭാരപ്പെട്ട് ഉറങ്ങിയെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുക ദീർഘമായ ചില മണിക്കൂറുകൾ പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ നമുക്കൊക്കെ ഇങ്ങനെയാണല്ലോ, 10 മണി മുതൽ പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊക്കെ ഒരു ഭാരം തോന്നും. ഭാരം തോന്നുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യും, അത് പറ്റുള്ളൂ. പിന്നെ കുറച്ച് പേരെ കണ്ണിലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും. പക്ഷെ നല്ല രീതിയിൽ, നന്നായ രീതിയിൽ നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പോയ സമയം പോകുന്ന അറിയത്തില്ല. പക്ഷെ ഇവിടെ ഒരു നിത്യ കൊണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അന്തരീക്ഷം മാറി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെട്ടു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നു. അതോടുകൂടി ദൈവത്തിൻ്റെ മുഖത്തു നിന്നുള്ള പ്രകാശനത്താൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ഇവർ പരവശരായിത്തീരുന്നു, ആത്മവിശുദ്ധിയിലേക്ക് പോകുന്നു. പത്രോസ് ദർശനം കാണുന്നു. മോശയും ഏലിയാവും ഉണ്ടെന്ന് പറഞ്ഞ് 3 കുടിലുണ്ടാക്കാമെന്നും അവൻ പറയുന്നു. ബാക്കിയുള്ള 2 ശിഷ്യന്മാരും ഉറങ്ങിപ്പോട്ടൊന്നുമില്ലായിരുന്നു. അവരിതിനെല്ലാം ദൃക്സാക്ഷികളവിടെ വന്നത് നിങ്ങൾ കണ്ടത് എൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം മാത്രമേ പ്രസ്താവിക്കാവുള്ളൂ എന്ന് പറഞ്ഞത്. ഒരു പത്രോസ് മാത്രം സംസാരിച്ചെങ്കിൽ ബാക്കിയുള്ളവരാരും ഉറങ്ങിക്കിടക്കില്ലായിരുന്നു. അവരിത് മുഴുവൻ ദൃക്സാക്ഷികളായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എത്ര ശ്രേഷ്ഠന്മാരായിരുന്നു ഈ പത്രോസും യാക്കോവും യോഹന്നാനും ഒക്കെ അല്ലെ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരിൽ. ഏറ്റവും ഭാഗ്യവാന്മാർ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ക്രിസ്തുവുമായി ബന്ധപ്പെടാൻ ലഭിച്ച ഭാഗ്യമാണ്. നമ്മൾ വിചാരിക്കും അന്ന് നമുക്ക് സാഹചര്യം കിട്ടിയില്ലല്ലോ, അങ്ങനെയായിരുന്നു അന്ന് ഞാൻ അതിന് ഇടയാകാന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് പറയും ഇന്ന് നിനക്കതിന് സാധിക്കും അല്ലേ. അന്ന് മുക്കുവന്മാരായിരിക്കുന്ന ഒരിക്കലും അങ്ങനെയുള്ളൊരു ശുശ്രൂഷയെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ക്രിസ്ത്യാനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചോ സ്വർഗരാജ്യത്തെക്കുറിച്ചോ ദൈവസഭയെക്കുറിച്ചോ ഒന്നും ഒരു കാഴ്ചപ്പാടുമില്ലാത്തവരായിരുന്നു. എന്നാൽ ചുരുങ്ങിയ 3.5 വർഷം കൊണ്ട് ദൈവം അവരെ ഉന്നതമായൊരു നിലവാരത്തിലേക്ക് എത്തിപ്പാനിടയാക്കും. ഇന്ന് സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ട കൊട്ടോ നമ്മെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി. അത് എത്രയോ പുസ്തകങ്ങളാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എഴുതിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിന്ന് ഒരു സ്ഥലത്ത് ഒരു പണിയോടുള്ള ബന്ധത്തിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അവർ വയറൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്ത് സ്വിച്ചൊക്കെ കണക്ട് ചെയ്ത് വേഗത്തിൽ അവർ പോകുന്നത് കണ്ടു. അവർക്കതേ അറിയത്തുള്ളൂ. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ഒരാളെ കൊണ്ടു നിർത്തി അദ്ദേഹത്തോട് പറയുന്നത് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം കണ്ടുപിടിച്ചതാ, പക്ഷേ അദ്ദേഹം ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഓരോരുത്തർക്കും ഓരോ കഴിവ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാ. തെങ്ങ് വെച്ച ഒരാൾക്ക് തെങ്ങേ കയറാൻ പറ്റുമോ? പറ്റണമെന്നില്ല അല്ലേ. ഞാൻ പറഞ്ഞ ഇപ്പം വേണമെങ്കിൽ മെഷീനൊക്കെ വെച്ച് കയറാം. ഇത് ദൈവത്തിൻ്റെ കാര്യപരിപാടി ദൈവം കണ്ടിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുന്നതാണ്. ആ മഹാഭാഗ്യകരമായ അവസ്ഥ ദൈവത്തോടു കൂടി ആകുവാൻ അന്ന് പത്രോസിന് മാത്രമേ, യാക്കോബ് യോഹന്നാൻ അവരെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവർക്ക് ലഭിച്ച അതേ പദവി, അതേ സ്ഥാനം നൽകാൻ ദൈവം വിശ്വസ്തനാ. ദൈവം ഒരുക്കി വെച്ചിരിക്കുക നമുക്ക് വേണ്ടി. അവർ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരായിരുന്നു. ഒരുപാട് നിന്നയും പരിഹാസമൊക്കെ കേട്ടു. ഹൃദയത്തിനകത്ത് വേദനയുണ്ടായി. ആത്മനാഥനെ തള്ളിപ്പറയേണ്ട അവസ്ഥയൊക്കെ വന്നു. ഇതൊക്കെ സംഭവിച്ചു. പത്രോസ് സംഭവിച്ചു. ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു അല്ലേ. ഹൃദയദുഃഖത്തോടെ ഹൃദയം തകർന്ന് പോയി വെളിയിൽ പോയി കരഞ്ഞു. അവൻ്റെ കരച്ചിലോടുകൂടി അവൻ്റെ വിഷമം എല്ലാം മാറി ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പിന്നീട് അവന് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്നേഹവാനായ ദൈവം അവനെ ചേർത്ത് നിർത്തി 3 പ്രാവശ്യം അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ അവൻ്റെ പേരവിടെ റിമാർക്സിലിട്ടുണ്ടായിരുന്നു, തള്ളിപ്പറഞ്ഞ. പക്ഷേ ഏറ്റുപറയിപ്പിച്ച് അവൻ്റെ കുറവിനെ ദൈവം പരിഹരിച്ചിട്ടാണ് അവനെ സഭയുടെ ഒന്നാമനാക്കി തീർത്തത്. നമ്മുടെ കുറവുകളെയും ദൈവത്തിൻ്റെ കൃപയാൽ കരുണയാൽ മായിച്ചു കളയുന്നുണ്ട് കൊണ്ടോ, നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നാം ചെയ്തു വെക്കുന്ന പാപങ്ങളെ ദൈവം കണക്കിടാതെ
നമ്മളോട് കരുണ തോന്നുന്നതാണ്. മനുഷ്യനായിരിക്കുന്ന ഞാനും നിങ്ങളും വാക്കുകൊണ്ടും പ്രവൃത്തിയോടും ഒക്കെ നിരവധി പാപങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കണക്കിടാതിരിക്കുന്നത് പത്രോസിനോട് കാണിച്ച സ്നേഹം നമ്മളോട് കാണിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ അറിയാം. രാത്രിയിലും പ്രിയപ്പെട്ടവര്, നാം എല്ലാം തികവുള്ളവരായിട്ടതുകൊണ്ടല്ല നമ്മളെ ആദിയാത്മാർ സഭയിൽ ഉൾപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുപാട് സുവിശേഷത്തിൽ കഷ്ടപ്പെട്ടത് കൊണ്ടുമല്ല. പക്ഷെ എന്നാൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയാം. ഇന്ന് രാത്രി ഒരുപക്ഷെ നീ ഒരു ജോലിക്കാരനായിരിക്കാം, നീ സുവിശേഷനായിരിക്കത്തില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. എന്തുകൊണ്ട് ഞാനൊരു സുവിശേഷനായില്ല, അതുകൊണ്ട് എനിക്കിതൊരു സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്? അല്ല, അങ്ങനെയല്ല. ദൈവത്തിന് അറിയാം നീ ചെയ്യുന്ന ജോലിയിൽ നീ നിഷ്കളങ്കനും വിശ്വസ്തനുമാണെങ്കിൽ നിന്നെ ഈ ജോലി ഏൽപ്പിച്ചാൽ നീ അത് ചെയ്യും, സുവിശേഷനാക്കിയാൽ നീ അത് ചെയ്യും. ദൈവത്തിന് അറിയാം. അതുകൊണ്ട് വീട്ടിലൊരു പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കുന്നൊരു വീട്ടമ്മയായിരിക്കാം, പ്രിയപ്പെട്ടവരെ സുവിശേഷയായിരിക്കത്തില്ലായിരിക്കാം. ദൈവത്തിനറിയാം നീ അവിടെ വിശ്വസ്തയാണെങ്കിൽ നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചാൽ നീ അത് ചെയ്യുമെന്നറിയാം. ദൈവവിശ്വസ്തന്മാരെയാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഞാൻ സുവിശേഷനല്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ദൈവത്തിനറിയാം ആരെ എവിടെയാക്കണമെന്ന്. കർക്കശമായി കൃത്യമായി നിൽക്കുന്ന വ്യക്തികളെ ദൈവം അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വിശ്വസ്തരാണെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ തികവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ഭാരവും വേദനയും വെച്ചുകൊണ്ടിരിക്കരുത്. നീ ആരുമാകട്ടെ, നീ ഒരു പക്ഷേ അടിമയായിരിക്കാം, ഉടമയായിരിക്കാം, ദാസിയായിരിക്കാം, ദാസനായിരിക്കാം, ജോലിക്കാരനായിരിക്കാം, ജോലിയില്ലാത്തവനായിരിക്കാം, ആരുമാകട്ടെ, ദൈവത്തിന് അതല്ല വിഷയമാകുന്നത്. ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഒരു പക്ഷേ രാത്രി ഒരുപാട് പേരുടെ സംശയം മാറിപ്പോകും. എനിക്ക് ആദിയാത്മാർ സഭയിൽ ഉൾപ്പെടുവാൻ കഴിയുമോ? ഞാൻ സുവിശേഷം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ആരെയും വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഞാൻ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പരസ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ സാക്ഷ്യം പറയാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നത്. അത് മറ്റൊരാളെ ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനു വേണ്ടി അവനെ വേണമായിരുന്നു. എന്നെയും നിന്നെയും ഓരോ സ്ഥലത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ അറിയാം. അവിശ്വസ്തരായതുകൊണ്ടാണ്, വിശ്വസ്തരായതുകൊണ്ടാണ്. അതേ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്യുമെന്ന് ദൈവത്തറിയാം രാത്രിയിൽ. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. ദൈവം തന്നിരിക്കുന്ന ജീവിതം സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവോളം സുവിശേഷത്തിന് വേണ്ടി നാം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നീതിയായി കണക്കിടും. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ മാത്രമല്ല, ദൈവത്തെ അറിയാം എല്ലാവരെയും കൊണ്ടും എല്ലാ ജോലിയും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തെ അറിയാം ദൈവരാജ്യത്തിന്റെ പണിക്ക് എല്ലാവരും വേണമെന്ന്. എല്ലാവരും ആർക്കിടെക്റ്റ് ആയാൽ വീട് പണിയാൻ പറ്റുമോ? പറ്റത്തില്ല. എല്ലാവരും ഡോക്ടർമാരായി കഴിഞ്ഞാൽ രോഗിയെ പരിപാലനം ചെയ്യാൻ കഴിയാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ അറ്റൻഡർ വേണം, അവിടെ തുടയ്ക്കുന്ന വൃത്തിയാക്കുന്നവർ വേണം, അവിടെ നേഴ്സ് വേണം, അവിടെ ഫാർമസിസ്റ്റ് വേണം, അവിടെ പലരും വേണം. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നമ്മെ ആക്കിയിരിക്കുന്നത് എന്താണോ അതിൽ നാം വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തോട് ആഗ്രഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതിൽ തൃപ്തനായിരിക്കുമെന്ന് ദൈവത്തിന് നമ്മുടെ പ്രസാദം തോന്നും. അതുകൊണ്ടൊന്ന് രാത്രി ആരും നിരാശപ്പെട്ടു പോകരുത്. പലർക്കും ചോദിക്കും എങ്ങനെ ഞങ്ങൾക്ക് തികവിലേക്ക് എത്താൻ കഴിയുമെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ പോയി 100 ട്രാക്റ്റുമായിട്ട് പോയി 100 പേരെ സുവിശേഷത്തിൽ കൊണ്ടുവന്ന് വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തികവിലേക്കാകുമെന്ന് ഞാൻ പഠിപ്പിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ നിനക്ക് ഒരൊറ്റ ട്രാക്റ്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, നീ ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിലും ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, സുവിശേഷത്തെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ഡോക്ടറായിട്ടാകട്ടെ, ഒരു നേഴ്സായിട്ടാകട്ടെ, ആരുമായിട്ടാകട്ടെ, അതിൻ്റെ അകത്ത് നീ വിശ്വസ്തനായി ദൈവത്തെ സേവിച്ച് മനുഷ്യരെ സ്നേഹിച്ചാൽ ദൈവം അത് നീതിയായി കണക്കിടും. നിന്നെ ഒരു ബാങ്കിലായിരിക്കാം ദൈവം ജോലി തന്നിരിക്കുന്നത്, നിന്നെ ഒരു സ്കൂളിലായിരിക്കാം, പട്ടാളത്തിലായിരിക്കാം, പോലീസിലായിരിക്കാം, എവിടെയുമാകട്ടെ, ദൈവം നോക്കുന്ന വിശ്വസ്തതയാണ്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നാം ഈ ജോലിയിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവത്തെ അറിയാം. സുവിശേഷത്തിന്റെ പുസ്തകം നിന്റെ കയ്യിൽ തന്നുകൊണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ നീ പ്രസംഗിക്കും. ദൈവത്തെ അറിയാം ആരെ എവിടെ ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിരാശകളെല്ലാം പിടിക്കണം. പലപ്പോഴും പലരും മനസ്സ് വിചാരിക്കും, അവര് പ്രസംഗിക്കുന്ന പോലെ, അവർ പാടുന്നത് പോലെ, അവർ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലോ, അതുകൊണ്ട് ഞാൻ ഏറ്റവും താഴ്ന്നവനാണെന്ന് ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞു തന്നത്,
യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ശുശ്രൂഷയായിരുന്നു. യേശുവിനെ സ്ഥാനപ്പെടുത്തി. പക്ഷേ സ്വർഗം അവനെക്കുറിച്ച് പറഞ്ഞു, ഇടറിപ്പോയി. യോഹന്നാൻ യേശുവിൽ ഇടറിപ്പോയി. അവൻ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ അവൻ ഭാഗ്യം, അവൻ്റെ പദവി കുറഞ്ഞുപോയി. അവൻ പറഞ്ഞല്ലോ, നീയോ വളരണം, ഞാനോ കുറയണമെന്ന്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ നമ്മളും കുറയാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറഞ്ഞു പോവുകയല്ല. ഞാനത് പറയണമെന്നല്ല, കുറയാന്ന് പറഞ്ഞാൽ താഴ്മയെന്ന് വിചാരിക്കരുത്. യോഹന്നാൻ പ്രാർത്ഥിച്ചെന്തായിരുന്നു? നീയോ വളരണം, ഞാനോ എന്ത് ചെയ്യണം? കുറയണമെന്ന് പറഞ്ഞു. അവന് അറിയാം അവൻ കുറഞ്ഞു പോകുമെന്ന് അറിയാം. പ്രവചനാത്മാവില്ല പറഞ്ഞത്. ഞാനെന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, നമ്മുടെ മാനുഷികാവസ്ഥയിൽ നമ്മൾ കുറയണം. പക്ഷേ നാം സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ക്രിസ്തുവിനോട് സദൃശരായി തീർന്ന് ഉന്നതമായ സ്ഥാനമെത്തുവാൻ വേണ്ടിയായിരിക്കണം നാം ദൈവസന്നിധി താഴേണ്ടത്. നാം ദൈവസന്നിധി താഴേണ്ടത് ഉന്നതി പ്രാപിക്കാൻ വേണ്ടിയാ, ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയാ. അത് യോഹന്നാനെ പോലെ കുറഞ്ഞു പോവുകയാണ് എനിക്ക് ചെയ്യേണ്ടത്. അവനോ വളരണം, ഞാനോ കുറയണോ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാ സംഭവിച്ചത്. കുറഞ്ഞുപോയി. യോഹന്നാൻ കുറഞ്ഞുപോയി. നമ്മുടെ ഒരു പക്ഷേ താഴ്മയ്ക്ക് വേണ്ടി വചനമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം നോക്കും, ഈ കുറയണമെന്നാ പറഞ്ഞെങ്കിൽ കർത്താവ് നീ കുറഞ്ഞേക്കാൻ പറയും. ഞാൻ ചോദിക്കട്ടെ, എല്ലാം എടുത്തതുപോലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ താഴ്മയെക്കുറിച്ച് അതിനെ പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്. നീയോ വളരണം, ഞാനോ കുറയണമെന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കുറഞ്ഞുപോയി. പുതിയ നിയമം, ക്രിസ്തുവിന്റെ സുവിശേഷം, അത് വളർന്നു. യോഹന്നാൻ സ്നാപകൻ കുറഞ്ഞുപോയി. അവനുണ്ടായിരുന്ന പദവി, അവന് ലഭിക്കേണ്ടിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കാരണം അവൻ അത്രമാത്രം ദൈവത്തിൽ ആഴമായി വിശ്വസിപ്പാൻ കഴിഞ്ഞതെല്ലാം ചെയ്തതാ, കണ്ടതാ, ഇവൻ ചെവി കൊണ്ട് കേട്ടതാ, അവൻ തന്നെ പ്രഖ്യാപിച്ചതാ. പക്ഷേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇടറിപ്പോയപ്പോൾ ദൈവം പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്നാൽ ദൈവരാജ്യത്തിൽ അവൻ ഏറ്റവും ചെറിയവനേക്കാൾ വലിയവനാണ് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്ത് കൂട്ടുന്ന ശുശ്രൂഷയല്ല നമ്മുടെ ആത്മീയ നിര നമ്മളെ തീരുമാനിക്കുന്നത്. നമ്മൾ ഏത് നിലവാരത്തിൽ, ആത്മീയ നിലവാരത്തിൽ എത്തുമെന്നുള്ളത് ഒരിക്കലും നമ്മുടെ ശുശ്രൂഷയല്ല. അതേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ജോലിയാണ്, ദൗത്യമാണ്. അത് നാം വിശ്വസ്ത പുലർത്തുക. മറ്റൊരാളത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമ്മളവരെ വിമർശിക്കേണ്ട ആവശ്യമില്ല. ദൈവരെ ആക്കിയത് അതാണ്. അതുകൊണ്ട് യോഹന്നാനിലെ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത് അവനാരാകേണ്ടതായിരുന്നു? വലിയവനാകേണ്ടതല്ലേ? അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട്, ബൈബിൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ട്, ഞാൻ രോഗശാന്തി നടത്തുന്നതുകൊണ്ട്, ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട്, ഞാൻ പ്രവചിക്കുന്നതുകൊണ്ട് നീ വിചാരിക്കരുത് തികവാണെന്ന് വിചാരിക്കരുത്. അതൊന്നും തികവിൻ്റെ ലക്ഷണങ്ങളല്ല. പക്ഷേ അപ്പോസ്തലിക ലക്ഷണമുണ്ട്. പൗലോസ് എന്താണ് തികവിൻ്റെ ലക്ഷണം കൂടി പറഞ്ഞിട്ട് തികവിൻ്റെ ശുശ്രൂഷയെ കൂടി പറയാം. ഒരു തികവാകുന്ന ഒരുവൻ ആരായിരിക്കണം എന്നുള്ളത് അപ്പോസ്തലിക ലക്ഷണങ്ങളെയുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നാം തികവുള്ളവരാണ്. അതല്ലാതെ ഞാൻ പ്രവചിച്ചതുകൊണ്ടോ, ഞാൻ മണിക്കൂറുകൾ ബൈബിൾ ക്ലാസ് എടുത്തത് കൊണ്ടോ, ഞാൻ ആയിരക്കണക്കിന് ട്രാക്ട് കൊടുത്തുകൊണ്ടോ ഒന്നും തികവിലേക്ക് എത്തത്തില്ല. ചില അങ്ങനെ ധരിച്ചു കൊള്ളുന്നു, ഈ അവർ വലിയ സുവിശേഷകരാണ്, അവരാണ് ഏറ്റവും. അങ്ങനെയല്ല. യോഹന്നാൻ സ്നാപകനല്ലാതെ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത്. ഇത് പഠിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ ചിലർക്ക് ഇതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാകാം. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സുവിശേഷ ദൈവം തന്നെ ഏൽപ്പിച്ചത് ശുശ്രൂഷ അത് ചെയ്തിരിക്കണം. ദൈവം നമ്മളെ ജോലിക്ക് അത് ചെയ്തിരിക്കണം. അതിൻ്റെ അകത്തും ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് ഒരു വ്യത്യസ്തത മറ്റൊരു മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമകനും മകളും തമ്മിലുള്ള വ്യത്യസ്തത വെളിപ്പെടുത്താൻ സാധിക്കും. അവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് 100 ട്രാക്റ്റുമായി പോകുന്നതിനേക്കാൾ വലുതാണ് ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അവിടെ സാക്ഷ്യം കണ്ട് പലരും ദൈവവിലേക്ക് വന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ദൈവം ഉപയോഗിക്കുന്നത് ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ്. അപ്പോൾ തികവാണ് എന്നുള്ളത് ഒരിക്കലും നാം പുറമെയുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നാം ഹെഡ് വെയിറ്റ് എടുക്കരുത്. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും സൂപ്പർ എന്ന് വിചാരിക്കരുത്. ഞാനൊരു 1000-10,000 പേരുടെ സഭയുടെ പാസ്റ്ററാന്ന് കൊണ്ടുകൊണ്ട് ഞാനൊരിക്കലും തികവുള്ളവനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ഒരുപക്ഷെ ഒന്നും അറിയാത്തവരായി, ലോകത്തിൽ ആരും അറിയാത്തവരായിട്ട് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തികവിലുള്ളവരുണ്ട്. അവരുടെ ലക്ഷണം എന്തൊക്കെയാണെന്ന് ഞാൻ വേഗത്തിൽ പറയാം. അപ്പോസ്തലിക പദവിയാണ് തികവുള്ളവർക്ക് ലഭിക്കുന്നത്. അതേക്കുറിച്ച് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ അതിൻ്റെ 12 മുതലുള്ള 14 വാക്യങ്ങൾ. ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അതിൻ്റെ അർത്ഥം ഈ ശ്ലാഘനതയും പ്രശംസയും ഒക്കെ കിട്ടുന്ന ചിലർക്കേ കിട്ടുകയുള്ളൂ, എല്ലാം അറിയപ്പെടത്തില്ല. ഒരു ദിവസം പറയാണ്, ഞാൻ മൂടനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും. അങ്ങനെ നിങ്ങൾ എന്നെ എടുത്ത് പറയത്തേക്കണം എനിക്കൊന്നുമില്ല. അങ്ങനെയാണല്ലോ, ഒന്നുമില്ല എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്. ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്റെ മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അത് നമ്മുടെ മനസ്സിന്റെ ആ സാക്ഷ്യമാണ്, പ്രാഗൽഭ്യമാണ്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോടെന്തുണ്ട്? പ്രാഗൽഭ്യമുണ്ട്. നീ എത്ര പ്രവചിച്ചാലും, നീ എത്ര ശുശ്രൂഷിച്ചാലും, എന്തെല്ലാം കാര്യം ചെയ്താലും, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ അകത്ത് പ്രാഗൽഭ്യമില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ല. എൻ്റെ യഥാർത്ഥമായ കാര്യം പറഞ്ഞാൽ, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. കഥ പറഞ്ഞ് ചുടാനേൽപ്പിച്ചാലും, ഞാൻ ശരീരത്തെ ചുടാനേൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് യഥാർത്ഥമായ സ്നേഹം. ദൈവകൽപ്പനയെ പ്രമാണിക്കാതെ പലരും കഷ്ടം സഹിക്കുന്നുണ്ട്, സുവിശേഷത്തിന് ഓടി നടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടല്ലാതെ നീ കഷ്ടം സഹിച്ചാൽ, നീ ഭാരപ്പെട്ടാൽ, ഒരുപക്ഷെ അത് മുഖാന്തരമായി ചില രക്ഷിക്കപ്പെട്ടിരിക്കും, പക്ഷേ നിനക്ക് രക്ഷ കിട്ടത്തില്ല. കാരണം ദൈവത്തെ നീ സ്നേഹിച്ചില്ല. ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള ദൈവിക പ്രമാണമാണ്. പിന്നെ എക്സെപ്ഷണൽ കേസുകളിൽ ദൈവം ചിലപ്പോൾ അതിന് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. പക്ഷേ നാം ദൈവകൽപ്പനകളെ പ്രമാണിക്കണം. നാം പ്രവചിക്കുന്നുണ്ടായിരിക്കാം, ശുശ്രൂഷിക്കുന്നുണ്ടായിരിക്കും, രോഗസൗഖ്യം വരുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ഈ സന്ദേശത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ല എങ്കിൽ നാം ഏത് ശുശ്രൂഷ ചെയ്താലും ഒരു പ്രയോജനമില്ല. അത് ചെലങ്ങുന്ന, അത് പറഞ്ഞിരിക്കുന്നത് വെറുതെ ശബ്ദമുണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം കണക്കിടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാഗൽഭ്യത്തെയാണ്. ഞാൻ തികവുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മെ തന്നെ പരിശോധന ചെയ്യണം. ഞാൻ ആരാണ് എന്നുള്ളത് എന്നോട് തന്നെ ഞാൻ ചോദിക്കണം. ഞാൻ ആരാണ്? പൗലോസ് പറയാ, ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ ശ്ലാഘിച്ചില്ല, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ല. ഇത്രയും ലേഖനം എഴുതുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് വിലയൊന്നും കൊടുത്തില്ല. വാക്ചാതുര്യമില്ലായിരുന്നു. വലിയ ആരും മൈൻഡ് ചെയ്തില്ല. തൻ്റെ ശരീരസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ 5-5.5 അടി പൊക്കമേ വളരെ കുറുകിയ ഒരു മനുഷ്യനായിരുന്നാണ് പറയുന്നത്. വലിയ സൗന്ദര്യമൊന്നുമില്ലായിരുന്നു, കണ്ടാൽ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു മനുഷ്യനായിരുന്നില്ല പൗലോസ്. അപ്പം അതുകൊണ്ട് അവൻ അവഗണിക്കപ്പെട്ടു. പക്ഷെ പറയുകയാണ്, ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറയുകയാണ്. എന്താണ് അപ്പോസ്തലൻ അഥവാ തികവുള്ളവർ ആരായിരിക്കണം എന്ന് വെളിപ്പെടുത്തുന്ന അറിയാമോ? അപ്പോസ്തലന്മാരിൽ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുത, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ, ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല. അവിടെ പറയുകയാണ്, പൂർണ്ണ സഹിഷ്ണുതയുള്ളവരായിരുന്നു. ഇപ്പോഴാണ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അടയാളങ്ങളും അത്ഭുതവും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് അപ്പോസ്തലിക ശുശ്രൂഷ അവൻ ചെയ്തു. അത് അപ്പോസ്തലിക പദവിയല്ല, ശുശ്രൂഷയാണ്.
അപ്പം അത് ചെയ്തപ്പോൾ ഞാൻ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറവ് ശുശ്രൂഷകൾ വന്നിട്ട് പറയുക. ശുശ്രൂഷക്കാരനായിരുന്നു. അത് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലിക പദവി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആൺപെൺ വ്യത്യാസമില്ല. എല്ലാവർക്കും അപ്പോസ്തലിക പദവിയിലേക്ക് എത്താൻ സാധിക്കും, തികവിലേക്ക് എത്താൻ സാധിക്കും. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവം അത് പുരുഷന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അത് ദൈവിക പ്രവർത്തിയാണത്. എന്നാൽ അപ്പോസ്തലിക തികവിലേക്ക് എത്തുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ തികവിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമായിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ തികവിലേക്ക് എത്തുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്താൽ ഞാൻ ആ തികവിലേക്ക് എത്തിയെന്നല്ല എൻ്റെ അർത്ഥം. എന്നാൽ ആ സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ പ്രതിഫലം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ഫലം ആ തികവൻ്റെ ഉണ്ടെങ്കിൽ ഞാനാണ് 100 മേനിയിലുള്ളത്. എന്താണ് ആത്മാവിൻ്റെ ഫലം? നമുക്കറിയാമല്ലോ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതാണ് തികവിലേക്ക് എത്തുക എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്താൽ ശുശ്രൂഷയാണ്. അതൊരിക്കലും എൻ്റെ തികവിനെ കാണിക്കുന്നില്ല. അതെന്നെ അപ്പോയിൻ്റ് ചെയ്തൊരു കാര്യം മാത്രമാണ്. എന്നെ ചെയ്ത കാര്യം മാത്രമാണ്. അതെന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യുക. നിങ്ങൾ ബാങ്കിലിരിക്കുന്ന ഒരാളുടെ അടുത്ത് ക്യാഷ് അക്കൗണ്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടുന്ന് വിഡ്രോൾ സ്ലിപ്പ് കൊടുക്കും, പുള്ളി പൈസ എടുത്ത് അദ്ദേഹത്തിനാണ് എടുത്തു തരുന്നത്? അല്ല, ഈസ് എ മീഡിയേറ്റർ. അല്ലേ? ഈസ് എ മീഡിയേറ്റർ. നമ്മൾ കൊടുക്കുന്ന പൈസ, നമുക്ക് അവിടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ എടുത്തു തരാൻ വേണ്ടി മീഡിയേറ്ററാണ് ഒരു ക്യാഷർ. അതല്ല അദ്ദേഹത്തിൻ്റെ അത് എന്ന് പറഞ്ഞതിലുള്ള ശുശ്രൂഷ. പ്രവാചകന്മാരും സുവിശേഷന്മാരും ഈ പറയുന്ന അപ്പോസ്തല ശുശ്രൂഷ ഇതെല്ലാം ശുശ്രൂഷകളാണ്. അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ആ നോട്ടെടുത്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ പദ്ധതി ചേർന്നു. അതുകൊണ്ട് ഈ പറയുന്ന ക്യാഷർ മില്യണറാണോ, കോടീശ്വരനാണോ? അല്ല. ആണോ? അല്ല. സ്കൂളിൽ അധ്യാപകർ പുസ്തകം പഠിപ്പിക്കും, അവരെല്ലാം തികഞ്ഞവരാണോ? അല്ല. അവരെ ഏൽപ്പിച്ച പോഷകം ചെയ്യുന്നു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ശുശ്രൂഷയും പദവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശുശ്രൂഷകൾ എല്ലാവരും കാണും, മനസ്സിലാക്കണം. പക്ഷേ പദവി എന്നുള്ളത് സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവകൽപ്പനയുള്ള ബന്ധത്തിലായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ചിലരുടെ ഹൃദയങ്ങളോട് ദൈവാത്മാ ചില സംശയം മാറ്റിയെന്ന് എനിക്കറിയാം. ഇത് പറഞ്ഞു വരാൻ കാരണം, അപ്പോസ്തലനായ സ്നാപക യോഹന്നാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത് ശുശ്രൂഷ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പദവി ഏറ്റവും ഉന്നതമായ പദവിയാകേണ്ടതായിരുന്നു. പക്ഷേ പദവിയിലേക്ക് വന്നപ്പോൾ 30 മേനിക്കാരനായി കുറഞ്ഞുപോയി. കുറയണം എന്ന് പറഞ്ഞ് കുറഞ്ഞുപോയി. നമുക്ക് ദിവസങ്ങൾ ആരായിത്തീരണം? ക്രിസ്തുവിന്റെ തലയോളം നാം വളരണം. എല്ലാവരും പറയണം, ഇപ്പം പറയണ്ട. നാം വളരേണ്ടവരാണ്. പുതിയ നിയമത്തിലുള്ളവർ കുറയേണ്ടവരല്ല, വളരേണ്ടവരാണ്. ഇന്ന് രാത്രിയിൽ സന്ദേശം പുതിയ വിശ്വാസമുള്ളതാണ്. പഴയ നിയമത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് കുറയണം എന്ന് പറഞ്ഞത് കുറഞ്ഞുപോയി. അവൻ 30 മേനിയിലേക്ക് കുറഞ്ഞുപോയി. എന്നാൽ ക്രിസ്തുവിന്റെ കർത്താവ് പറഞ്ഞു, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. നാം വളരാനുള്ളവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി നമ്മളിൽ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് നാം കുറഞ്ഞു പോകാനുള്ളവരല്ല, വളരാനുള്ളവരാണ്. എല്ലാം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ എന്ത് ചെയ്യണം? വളരേണം. പഴയ നിയമം കുറയണം എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചെങ്കിൽ, കുറഞ്ഞതിലേക്കാ കൊണ്ടുപോയതെങ്കിൽ, പുതിയ നിയമം പഠിപ്പിക്കുന്നത് വളർച്ച പ്രാപിച്ച് നാം ക്രിസ്തുവിന്റെ സിംഹാസനത്തിരിക്കണം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ നിരകളെല്ലാം വെളിപ്പെടുത്തി. കുറഞ്ഞുപോയ യോഹന്നാൻ സ്നാപകനെ വെളിപ്പെടുത്തി 30 പാസ് മാർക്ക് കൊടുത്തവനെ ദൈവരാജ്യത്തെ ദൈവം കൊണ്ടുവന്നു. അവനൊരു നിരയും കൊടുത്തു, നിത്യജീവന്റെ നിരയുടെ പ്രതിനിധിയായിട്ട് വെച്ചു. 60% മാർക്ക് വാങ്ങിയ അബ്രഹാം ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരെ ദൈവം മറ്റൊന്ന് ലഭിച്ചു. അത് സൗമ്യനായിരിക്കുന്ന മോശയുള്ള ബന്ധത്തിൽ അവനെ വെളിപ്പെടുത്തി. ബാക്കിയുള്ള 3 പേരെ കുറിച്ച് ഇവിടെ ഇന്ന് രാത്രി ഞാനത് ചിന്തിച്ച് ഭാഗം അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ മനുഷ്യർ നിത്യദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നവരുമാണ് ഏതൊക്കെയൊന്നും അവർ ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു ചെറിയ വിവരണം ഇന്ന് രാത്രിയിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലായി. ഈ മോശയും ഏലിയാവും ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു കാഴ്ചപ്പാട് ലഭിച്ചു. അതിൽ 1-ാം സ്വർഗത്തിലുള്ളവരെ
പ്രതിദാനം ചെയ്ത പഴയ നിയമവിശുദ്ധന്മാരിലെ ശ്രേഷ്ഠന്മാരെ പ്രദാനം ചെയ്തത് അവര് മോശയായിരുന്നു. ഇപ്പോൾ സമ്മതത്തിലുള്ളവ അഥവാ മീതെയുള്ള പാതാളത്തിൽ അന്നുണ്ടായിരുന്നവരെ പ്രദാനം ചെയ്തായിരുന്നു യോഹന്നാൻ സ്നാപകൻ. 30 മേനിയുള്ളവരായിരുന്നു. ബാക്കിയുള്ള 3 മണ്ണാന്തരമുള്ളവരെ കൂടി വെളിപ്പെടുത്തി ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കാം. 3 കുടിൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതില് 5 നിലയിൽപ്പെട്ട എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, 2ാം സ്വർഗത്തിലുള്ളവരുണ്ട്. അത് പുതിയ നിയമസഭയിലെ തോഴിമാരാകുന്ന കന്യകമാരാണ്. 3ാം സ്വർഗത്തിലുള്ളവരുണ്ട്. പുതിയ നിയമസഭയിലെ നിർമ്മല കന്യകയാണ്. ഭൂമിക്കടിയിലുള്ളവരുണ്ട്. അവര് യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് രക്തസാക്ഷികളാകാനുള്ളവരാണ്. ഈ 3 പേരെ 3 വ്യക്തികളായിട്ടുള്ള വെളിപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ് അവിടെ? പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ആരൊക്കെയാണെന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് പഠിപ്പിച്ചാൽ ശരിയാകുമോ എന്ന് ചോദിച്ചാൽ, ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ബന്ധത്തെ നമ്മൾ നോക്കുമ്പോൾ 5 പേർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 5ഉം ഇതിനോട് ബന്ധപ്പെട്ട ദൈവരായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. ഇവര് അപ്പോസ്തലന്മാരാണ്. ഇവര് ഒരേ നിരയിലുള്ളവരാണ്. പക്ഷേ ഇവര് പ്രതിദാനം ചെയ്യുന്നത് 3 ഭൂമിക്ക് കീഴിലുള്ളവരെ നമുക്കറിയാം. യാക്കോബ് അവൻ ചിരച്ഛേദനം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ചവനാണ്. യേശുക്രിസ്തുവിന്റെ ഭരണത്തിലുള്ള അവരെ പ്രതികരിക്കാൻ വേണ്ടി യാക്കോബിനെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. 3ാം സ്വർഗത്തിലുള്ള തികവാകുന്ന മണവാട്ടി സഭയെ പ്രതികരിക്കാൻ വേണ്ടി പത്രോസിനെ ദൈവം ഒന്നാമനാണ്. അവനെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. 2ാം സ്വർഗത്തിലുള്ള പുതിയ നിയമസഭയിലെ തോഴിമാരാകുന്ന കന്യകമാരുടെ ബന്ധത്തിൽ യോഹന്നാനെ കൊണ്ടുവന്നു. അങ്ങനെ 5 പേര് 5 മരണാനന്തര നിരകളെയാണ് അവിടെ വെളിപ്പെടുത്തിയത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൂടെയുള്ള 5 മരണാനന്തര നിരകളെയാണ് ദൈവരാജ്യത്തിൽ കാണപ്പെടുന്നത്. അത് കാണപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ 5 ദൈവഭക്തന്മാരെ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന മോശയും ഏലിയാവിനെയും അവിടെ കൊണ്ടുവന്നു. പഴയ നിയമത്തിന്റെ ബന്ധത്തിൽ, നിത്യമുള്ള ബന്ധത്തിൽ ഏലിയാവ്, യോഹന്നാൻ സ്നാപകനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ പഴയ നിയമത്തിലെ ശേഷം 1ാം സ്വർഗത്തിലുള്ളവരുടെ ബന്ധത്തിൽ, ഇപ്പോൾ 1ാം സ്വർഗത്തിലുള്ളവരുടെ ബന്ധത്തിൽ അന്ന് മോശ വെളിപ്പെടുത്തുവാടേ തീർന്നു. 2ാം സ്വർഗത്തിലുള്ളവരെ നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാൻ സ്നേഹത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുമ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന്റെ മണവാട്ടി സഭയാണ്. പക്ഷെ അവിടെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടെ തികവുള്ള 3ാം സ്വർഗത്തിൽ കാണിക്കുന്നത് പത്രോസാണെങ്കിൽ ഭൂമിക്ക് കീഴിലുള്ള രക്തസാക്ഷിയുടെ നിലവാരത്തിലുള്ള പഴയ ഇസ്രായേലിന്റെയും അതുപോലെ പുതിയ നിയമസഭയുടെയും രക്തസാക്ഷ്യം വെളിപ്പെടുത്താൻ വേണ്ടി അവിടെ യാക്കോബിനെ ദൈവം കൊണ്ടുവന്നു. അങ്ങനെ 5 പേര് 5 മരണാന്തരങ്ങളുള്ളവരാണ്. ഏതായാലും ഈ പുതിയ പുതിയ ഭൂമിയിൽ ദൈവരാജ്യത്തിലുള്ളവർ. ഇനി ഇതിൻ്റെ അകത്ത് 3 കുടിൽ കാണിക്കുന്നത്, ഇപ്പോൾ ദൈവരാജ്യത്തിൽ ആരൊക്കെയുണ്ട്? നിത്യജീവന യോഗ്യതയുള്ള പഴയ പുതിയ നിയമവിശ്വാസത്തിൽപ്പെടുന്ന എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ശ്രേഷ്ഠന്മാരൊക്കെ പഴയ വിശുദ്ധന്മാരുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയുണ്ട്, മണവാട്ടിയുടെ തോഴിമാരുണ്ട്, അതുപോലെ മണവാട്ടിയുടെ തോഴന്മാർപ്പെടുന്നവരുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇവരെയാണ് 5 മരണാന്തരമുള്ള കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സമുദ്രത്തിലുള്ളവർ, 1ാം സമുദ്രത്തിലുള്ളവർ, ഭൂമിക്ക് അടിയിലുള്ളവർ, 1ാം സ്വർഗത്തിലുള്ളവർ, 2ാം സ്വർഗത്തിലുള്ളവർ, 3ാം സ്വർഗത്തിലുള്ള മരണാന്തരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ദൈവരാജ്യത്തിലുള്ള ബന്ധത്തിൽ ഈ 5 മരണാന്തര നിരകളിലുള്ളവർ ദൈവരാജ്യത്തിലുണ്ട് എന്നുള്ള വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 5 പേരെ അവിടെ കർത്താവ് പ്രത്യക്ഷപ്പെടുത്തിയത്. 3 കുടിലിനുള്ള ബന്ധത്തിൽ പത്രോസ് പറഞ്ഞത് 3 വ്യത്യസ്ത നിലവാരങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അത് പ്രാകാരത്തെ വെളിപ്പെടുത്തുവാനുള്ളത്, വിശുദ്ധ സ്ഥലത്തെ വെളിപ്പെടുത്തുവാനുള്ളത്, മന്ദിരത്തെ വെളിപ്പെടുത്തുവാനുള്ളത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കാര്യത്തിന്റെ പൊരുൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യത്തിന്റെ പൊരുൾ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവരാജ്യത്തിൽ 5 നിലകളുള്ള മരണാനന്തരമുള്ള വിശുദ്ധന്മാർ കാണും. അതിനാണ് 5 പേർ പ്രത്യക്ഷപ്പെട്ടത്. 2 പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർ, അതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ തൂണുകളായിരിക്കുന്ന 3 പേരും 5 പേര് 5 മരണാനന്തരങ്ങളെ പ്രതികരിക്കുകയാണ് അവിടെ ചെയ്തത്. 3 കുടിലുകൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതിൽ ഒരിക്കലും പത്രോസ് പറഞ്ഞില്ല ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ല. അവൻ പറഞ്ഞു ക്രിസ്തുവിനുള്ളത് ഞാൻ ഉണ്ടാക്കാം. 1 മോശയ്ക്ക്, 1 ഏലിയാവിന്, 1 ക്രിസ്തുവേശുവിനുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വന്ന 5 മരണാനന്തരങ്ങളുള്ള ബന്ധത്തിൽ
സുവിശേഷം അവനിലേക്ക് പരമേൽപ്പിച്ചപ്പോൾ ഒന്നാമതാക്കി കഴിഞ്ഞവൻ പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാം. നീ ഉദ്ദേശിച്ചിരിക്കുന്ന അനാദിയിലെ പദ്ധതിയായിരിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിൽ വെളിപ്പെടേണ്ടതായിരിക്കുന്ന പ്രാകാരം, അതുപോലെ തന്നെ അവിടെ ഇറങ്ങി വരുന്ന പുത്തനാം യെരൂശലേമിലെ വിശുദ്ധ സ്ഥലം, അതുപോലെ അവിടെ കാണപ്പെടേണ്ട അതിവിശുദ്ധ സ്ഥലം, ഇത് പണിയപ്പെടണമെങ്കിൽ സുവിശേഷത്തിലൂടെ സാധിക്കത്തുള്ളൂ. അത് ഞാൻ ചെയ്യാമെന്ന് യേശു തിരഞ്ഞെടുത്ത ഒന്നാമത്തെ പത്രോസ് വിളിച്ചു പറഞ്ഞു. സന്ദേശം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. പത്രോസ് എഴുന്നിട്ട് പറയുകയാണ്, ഞാൻ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. അവൻ പറഞ്ഞതിൽ മറഞ്ഞിരുന്ന പൊരുൾ, ഞാൻ നിനക്കുണ്ടാക്കാം എന്ന് പറഞ്ഞത് ക്രിസ്തുയേശുവാകുന്ന മന്ദിരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എങ്ങനെയാ മന്ദിരം ഉളവാകുന്നത്? സുവിശേഷത്താലാണ്. പുതിയ നിയമവിശ്വാസമുള്ള ബന്ധത്തിൽ സത്യസുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് സ്നേഹത്തോടെ ഏറ്റെടുത്ത് താഴ്മയുള്ളവരായി ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ, സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ഉൾപ്പെടുന്നതാണ് ക്രിസ്തുവിനുള്ളത്. അത് മന്ദിരത്തെ കാണിക്കുന്നു. അതാണ് നിർമ്മലകന്യക എന്ന് പറയുന്നത്. നിർമ്മലകന്യക ഉൾപ്പെടണമെങ്കിൽ മൗനമായിട്ടിരുന്ന നിർമ്മലകന്യക ഉത്ഭവിക്കത്തില്ല. അതിനുവേണ്ടിയാണ് ദൈവം സുവിശേഷന്മാരെ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം സഭയുടെ ശുശ്രൂഷകളെ വെച്ചിരിക്കുന്നത്. 5 ശുശ്രൂഷകളെ വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇങ്ങനെ 5 ശുശ്രൂഷകളെ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആ തികഞ്ഞ പ്രായത്തിലേക്ക് തലയോളം വളരാൻ വേണ്ടിയാണ്. അതാണ് അത് പത്രോസ് പറഞ്ഞു, ഒന്ന് നിനക്ക്, ക്രിസ്തുവിനുള്ള കൊടിൽ, അത് നിത്യതയിലെ മന്ദിരത്തെ കാണിക്കുന്നു. 2, അവൻ പറഞ്ഞു, ഒന്ന് മോശയ്ക്ക്. മോശയുടെ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുത്തനാം പുതിയ യെരൂശലേമിന്റെ വിശുദ്ധ സ്ഥലത്തെ കാണിക്കുന്നു. ഇതെവിടേക്ക് ഇറങ്ങി വരുന്നത്? പുതിയ ആകാശ പുതിയ ഭൂമിയാകുന്ന പ്രാകാരത്തിലേക്ക്. അതാർക്കുള്ളതാണ്? അത് ഏലിയാവിനുള്ളതാണ്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാന്ന് വിശ്വസിക്കുന്നു. പിതാവ് പരിശുദ്ധാത്മാവിന്റെ ദൈവിക തൃത്വം ഉൾപ്പെടുന്ന ഈ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ പ്രദർശനത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ, പുതിയ ആകാശ പുതിയ ഭൂമിയിൽ നിത്യജീവന യോഗ്യരായിരിക്കുന്ന 30 മേനി വിളയുന്നവരെ ദൈവം അവിടെ ദൂതതുല്യരായി പുതിയ ആകാശ പുതിയ ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ഏലിയാവിനോട് സദൃശരായിട്ടുള്ളവരുണ്ടായിരിക്കും. ഏലിയാവ് അതിനെ ആണ് പ്രദാനം ചെയ്യുന്നത്. കുടിൽ ദൈവത്തിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരുന്ന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലമാകുന്ന നഗരമുണ്ട്. നഗരത്തിന്റെ അകത്ത് അതിശ്രേഷ്ഠമായ മന്ദിരമുണ്ട്. രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ദൈവത്തിന്റെ പൊരുൾ മനസ്സിലായോ? നാം അവിടെ കാണുന്ന 5 കുടിലുകൾ, 3 കുടിലുകൾ, 5 വ്യക്തികൾ, 5 മണ്ണാന്തരകളെ വെളിപ്പെടുത്തുന്നു. 3 കുടിലുകൾ 3 സ്ഥലങ്ങളെ കാണിക്കുകയാണ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇതായിരുന്നു കർത്താവ് പറഞ്ഞു, ഇവിടെ നിൽക്കുന്നവർ ചിലർ മരണം കാണുകയില്ല, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യം എന്താണെന്ന് അറിയാതെ മരിക്കുകയില്ല എന്ന് പത്രോസും യാക്കോബും യോഹന്നാനും അത് ആത്മാവിൽ കണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്. അതാണ് നിർമ്മലകന്യക. ക്രിസ്തുവിനുള്ളതാണ് നിർമ്മലകന്യക. ശരിയാണ് പത്രോസേ, നീയാണ് ആദ്യമായി ഒന്നാമനായി സുവിശേഷത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ. അവൻ തുടക്കമിട്ടത് ഇന്നും അപ്പോസ്തലിക ശുശ്രൂഷയിലൂടെ കർത്താവ് നിർവഹിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിന്റെ നിർമ്മലകന്യകയെ വെളിപ്പെടുത്തിയെടുക്കുവാൻ, പണിതെടുക്കാൻ വേണ്ടി അന്ന് പത്രോസ് പണിയാമെന്ന് പറഞ്ഞ ആ 3 കുടിലിലെ ഒന്നാമത്തെ കുടിലാണ് അതേ മന്ദിരമാകുന്ന മണവാട്ടി സഭ. അതിൻ്റെ അംഗമായി തീരാൻ വേണ്ടി ദൈവം നൽകുന്ന പ്രാഥമിക പഠനമാണ് സുവിശേഷത്തിന്റെ പ്രാരംഭ ക്ലാസ്സുകൾ. അതിൽ നാം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് വിഷയം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തു തലയോളം വളർന്നാൽ നമുക്ക് ആ മഹനീയമായ സ്ഥാനം എത്തിച്ചേരാൻ കഴിയും. രാത്രിയിൽ അത് പത്രോസ് പറഞ്ഞ ഒന്ന് നിനക്കുള്ളതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾ ഉൾപ്പെടണം പ്രിയപ്പെട്ടവരെ. പിന്നീട് അവൻ പറഞ്ഞു, ഒന്ന് മോശയ്ക്ക്.
സുവിശേഷം 60 മേനി ഉൾപ്പെടുത്തുന്ന അതേ നഗരത്തിൻ്റെ ഭാഗം പണിയപ്പെടാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്നവരുണ്ട്. 3 ദിവസം പറഞ്ഞു. 1 ഏലിയാവിന് അതേ സുവിശേഷം മുഖാന്തരമായി നിത്യരോഗിക്കാരെ ഒരുക്കിയെടുക്കും. പ്രാകാരത്തിലും ആള് വേണ്ടേ? നിശ്ചയമായിട്ടും വേണം. എല്ലാവരും മണവാട്ടി സഭയായ മതിയോ? പോരാ. എല്ലാവരും നഗരത്തിന്റെ ഭാഗമായ പോരാ, പറ്റത്തില്ല. ദൈവത്തെല്ലാത്തിനും ഒരു കണക്കുണ്ട്, ഒരു തീരുമാനമുണ്ട്. നന്നായി സകലവും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ആ തികവിലേക്ക് എത്തുവാൻ ദൈവാത്മാവെന്ന് രാത്രി നമ്മെ ആഹ്വാനം ചെയ്യുക. അതേ ഒരു കണക്കുണ്ട്, ഒരു എണ്ണമുണ്ട്, മണവാട്ടി സഭയുടെ എണ്ണം. അന്ന് പത്രോസ് പറഞ്ഞ യേശുവിനുള്ള കുടിൽ അത് വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്തെ കാണിക്കുന്നു, മന്ദിരത്തെ കാണിക്കുന്നു, നിർമ്മല കന്യകയെ കാണിക്കുന്നു. രാത്രിയിൽ നമുക്കതിൻ്റെ ഭാഗമായി തീരണം. ഒന്ന് മോശയ്ക്കെന്നുള്ളത് നഗരത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയത്തെ വെളിപ്പെടുത്തിയിരിക്കുക. നഗരം അതിലും ഗോപുരങ്ങളെല്ലാം ഉൾപ്പെടുന്ന നഗരത്തോടുള്ള ബന്ധത്തിലാണ് മോശയോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 60 മേനിയെ കാണിക്കുന്നു. ഏലിയാവിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി പറഞ്ഞു, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദൈവദൂത തുല്യരായ മനുഷ്യർ കാണും. അവരുടെ ഇടയിലേക്കാണ് കൂടാരം ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കഷ്ടം സഹിക്കുന്നതിന് മുമ്പായി ഈ ദർശനം പൊരുൾ വെളിപ്പെടുത്തിയത് യേശു കഷ്ടം സഹിച്ചത് മുഖാന്തരമായി, രക്തം ചീന്തിയത് മുഖാന്തരമായി, ദൈവരാജ്യം സ്ഥാപിതമായി, ദൈവസഭ സ്ഥാപിതമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അന്ന് ആ 2 പ്രവാചകന്മാർ മരിച്ചുപോയെങ്കിലും ദൈവം അവരെ കൊണ്ടുവന്ന് അവരെ സാക്ഷ്യം പ്രസ്താവിച്ചത്. രാത്രി വിശ്വസിക്കുന്നുവോ? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാകുവാൻ ദൈവം കൃപ തന്നോ? കർത്താവ് പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആ വരം ലഭിച്ച ദൈവത്തിന്റെ ദാസന്മാർ അത് കണ്ടുവെങ്കിൽ രാത്രി നാം വായിച്ച് ഗ്രഹിച്ച് രാത്രി വലിയൊരു സന്തോഷത പറയണം. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയേക്കാൾ, ഞാൻ ചെയ്യുന്ന എന്ത് കാര്യത്തെക്കാൾ ദൈവമേ, എൻ്റെ ഹൃദയം ആണ് നീ നോക്കുന്നത്. അങ്ങയെ സ്നേഹിപ്പാൻ, ആഴമായി സ്നേഹിപ്പാൻ, നിന്നെ മാത്രം സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് ഈ ക്ലാസ് വിടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തിൻ്റെ വന്ദനം, സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.